Good morning, ma'am. Morning. Good morning, ma'am. Ready ആണോ? Okay. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, മെഡിക്കൽ റെക്കോർഡ്സ് ആണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മെഡിക്കൽ റെക്കോർഡ്സിൽ എങ്ങനെയാണ് മെഡിക്കൽ റെക്കോർഡുകൾ ഫയൽ ചെയ്ത് സ്റ്റോർ ചെയ്യുന്നത് അല്ലെ, അതിന്റെ രീതികളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. ടൈപ്സ് അല്ലെ, ഫയലിംഗ് മെത്തേഡ്സ് ആൻഡ് സ്റ്റോറേജ് ഓഫ് മെഡിക്കൽ റെക്കോർഡ്സ്, അതല്ലേ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്? ആണോ? യെസ് ഓർ നോ? Yes, ma'am. യെസ്. ഓക്കെ, അപ്പൊ നമ്മള് രണ്ട് മെത്തേഡുകൾ ഓൾറെഡി പറഞ്ഞു, ഏത് രീതിയിലാണ് നമ്മുടെ മെഡിക്കൽ റെക്കോർഡുകളൊക്കെ ഫയൽ ചെയ്ത് സ്റ്റോർ ചെയ്ത് വെക്കുന്നതെന്ന്. there are 5 types of numbering and filing system ആണുള്ളത്. ഒന്ന് സീരിയൽ നമ്പറിംഗ് ആൻഡ് ഫയലിംഗ് സിസ്റ്റം, 2 യൂണിറ്റ് നമ്പറിംഗ് ആൻഡ് ഫയലിംഗ് സിസ്റ്റം, 3 സ്ട്രേറ്റ് ന്യൂമറിക് ഫയലിംഗ്, 4 ടെർമിനൽ ഡിജിറ്റ് ഫയലിംഗും, അടുത്തത് മിഡിൽ ഡിജിറ്റ് ഫയലിംഗുമാണ്. അങ്ങനെ 5 മെത്തേഡ്സ് അല്ലെങ്കിൽ 5 ടൈപ്സ് ഓഫ് മെഡിക്കൽ റെക്കോർഡ്സ് ഫയൽ ചെയ്ത് സ്റ്റോർ ചെയ്യുന്ന മെത്തേഡുകൾ. അത് അതിന്റെ മെത്തേഡുകളാണ്. എങ്ങനെയാണ് ഇത് ഫയലിലാക്കണേന്ന്, അറേഞ്ച് ചെയ്ത് ഫയലിലാക്കി ഏതൊക്കെ രീതികളിൽ ചെയ്യാം, അത് 5 രീതിയുണ്ട്. ഇതിലേത് വേണമെങ്കിലും ഒക്കെ ഓരോ ആളുകൾക്കും അല്ലെങ്കിൽ ഓരോ ഡിപ്പാർട്ട്മെന്റിനോ അല്ലെങ്കിൽ ഓരോ എന്താ പറയാ ഓർഗനൈസേഷൻസിനോ അവർക്ക് അത് ഫോളോ ചെയ്യാവുന്നതാണ്. ഒന്നാമത്തേത് സീരിയൽ നമ്പറിംഗ് ആൻഡ് ഫയലിംഗ് സിസ്റ്റം ആയിരുന്നു. നമ്മൾ അതിനകത്ത് അത് പറഞ്ഞു കഴിഞ്ഞതാണ്. എങ്ങനെയാണ് ഒരു പേഷ്യൻസിന് കൊടുത്തിരിക്കുന്ന ഓരോ പ്രാവശ്യം വരുമ്പോൾ അവർക്ക് ഓരോ നമ്പറുകൾ അലോട്ട് ചെയ്യുന്നു. ഓരോ ഡിപ്പാർട്ട്മെന്റുകളിൽ ഓരോ യൂണിറ്റിൽ wherever they are visiting, എവിടെയാണോ അവർ വിസിറ്റ് ചെയ്യുന്ന, all these departments or units will provide informations about the patient. ആ പേഷ്യൻസിനെ സംബന്ധിക്കുന്ന ഇൻഫോർമേഷൻസ് കൊടുക്കുന്നതനുസരിച്ച് they will record their own data. അവരവരുടെ റെക്കോർഡുകൾ ഡാറ്റാസ് ആക്കി വെച്ച് അത് റെക്കോർഡാക്കി മാറ്റുന്നു. അങ്ങനെ വരുമ്പോൾ there will be more than one record. ഒരു യൂണിറ്റിനേക്കാൾ കൂടുതൽ റെക്കോർഡുകൾ, ഇപ്പൊ ഒരാൾ 3 പ്രാവശ്യം വന്നാൽ 3 റെക്കോർഡ് ആൾക്ക് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഉണ്ടാകും. അപ്പൊ ഇതൊക്കെ അതാത് സ്ഥലങ്ങളിൽ തന്നെ സ്റ്റോർ ചെയ്യുന്നു, ഫയൽ ചെയ്യുന്നു എന്നാണ് നമ്മൾ ഒന്നാമത്തെ മെത്തേഡിൽ പഠിച്ചത്, സീരിയൽ നമ്പറിംഗ് ആൻഡ് ഫയലിംഗ് സിസ്റ്റത്തിൽ പഠിച്ചത്. രണ്ടാമത്തേത് നമ്മൾ പറഞ്ഞതാണ് യൂണിറ്റ് നമ്പറിംഗ് ആൻഡ് ഫയലിംഗ് സിസ്റ്റം. ഈ യൂണിറ്റ് എന്ന വാക്കിൽ നിന്ന് തന്നെ we can understand that there will be only one record for a patient. അതായത് ഏതൊക്കെ സമയത്ത് വരുമ്പോഴായാലും ഫസ്റ്റ് ടൈം whenever the patient is coming to the hospital, they will be provided a registered number or a identification number. അന്നേരം അവർക്ക് ഒരു ഐഡന്റിഫിക്കേഷൻ നമ്പർ കൊടുത്ത് അവർക്ക് ഒരു റെക്കോർഡ് അവിടെ ഓപ്പൺ ചെയ്യുന്നു. ആൻഡ് പിന്നീട് ഉണ്ടാകുന്ന ഓരോ സബ്സിക്വന്റ് അഡ്മിഷൻസിനും ട്രീറ്റ്മെന്റ്സിനും ഒക്കെ they can use the same record. ആ റെക്കോർഡുകൾ തന്നെ നോക്കിയിട്ടാണ്, ഇവിടെ ഇപ്പൊ നേരത്തെ ഏതെങ്കിലും ട്രീറ്റ്മെന്റിന് വേണ്ടി വന്നിട്ടുണ്ടോ എന്ന് അവരവിടെ അന്വേഷിച്ച് ആ റെക്കോർഡ്സ് കളക്ട് ചെയ്ത് അതിനകത്തേക്ക് തന്നെ ഈ പുതിയതായിട്ട് പിന്നീട് വരുന്ന ഓരോ ട്രീറ്റ്മെന്റുകൾക്ക് വേണ്ടിയിട്ട് അപ്പോ അവിടെ എന്ത് ചെയ്യുന്നു, അതിനകത്തെ കൂടി തന്നെ റെക്കോർഡ് ചെയ്യപ്പെടുന്നു എന്നാണ്. ദാറ്റ് മീൻസ് ഇറ്റ്സ് എ കമ്പോസിറ്റ് ഓഫ് ഓൾ ദ ഡാറ്റാസ്. അതായത് ഒരു പേഷ്യന്റിന് എവിടെയൊക്കെ ഡാറ്റാസ് പ്രൊവൈഡ് ചെയ്യുന്നത് അതെല്ലാം കൂടി കളക്ട് ചെയ്ത് ഒരു സ്ഥലത്തേക്കാക്കി മാറ്റുന്നു എന്നുള്ളതാണ് ഇതിന്റെ മറ്റൊരു പ്രത്യേകത. ദാറ്റ് മീൻസ് ഓൺലി വൺ യൂണിറ്റ് ഫോർ വൺ പേഷ്യന്റ്, വൺ ഫോൾഡർ ആൻഡ് ഓൾസോ വൺ നമ്പർ. ഒരു നമ്പറിൽ ഒരു ഫോൾഡർ ആക്കി ഒരു യൂണിറ്റ് ഓഫ് റെക്കോർഡ് ആക്കി മാറ്റുന്ന രീതിയാണ്, അല്ലെങ്കിൽ അങ്ങനെ ഫയൽസ് സ്റ്റോർ ചെയ്യുന്ന രീതിയാണ് നമ്മൾ യൂണിറ്റ് നമ്പറിംഗ് ആൻഡ് ഫയലിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. ഇവിടെ വരെയാണ് നമ്മൾ പറഞ്ഞത്, റൈറ്റ്? ശരിയാണോ? അടുത്ത മെത്തേഡിലേക്ക് പോയിക്കോട്ടെ. സ്റ്റോർ ചെയ്യുന്ന മെഡിക്കൽ റെക്കോർഡ് സ്റ്റോർ ചെയ്യുന്ന നെക്സ്റ്റ് രീതി എന്ന് പറയുന്നത് സ്ട്രേറ്റ് ന്യൂമറിക് ഫയലിംഗ് ആണ്. അതുകൂടി പറഞ്ഞു എന്ന് തോന്നുന്നു, പറഞ്ഞു അല്ലേ?
സ്ട്രേറ്റ് ന്യൂമറിക് എന്ന് പറയുന്നത് ഇറ്റ്സ് ദ റെക്കോർഡ് ഫയലിംഗ് ഓഫ് റെക്കോർഡ്സ് ഇൻ ദ ക്രോണോളജിക്കൽ ഓർഡർ. അതായത് ഹോസ്പിറ്റൽസിൽ വരുന്ന പേഷ്യൻസിന്റെ ക്രോണോളജിക്കൽ ഓർഡർ. എന്താ ക്രോണോളജിക്കൽ മീൻസ് അക്കോർഡിംഗ് ടു ടൈം ആണ്. സമയത്തിന് അധിഷ്ഠിതമായിട്ട് ഓരോ പേഷ്യൻസും വരുന്നതനുസരിച്ച് അവരുടെ റെക്കോർഡുകൾ ഇങ്ങനെ ഉണ്ടാക്കി വെക്കുന്നു. ഇതൊക്കെ വർഷം മുതൽ വന്ന ആൾക്കാരുടെ ഉണ്ടായിരിക്കും. അപ്പൊ അങ്ങനെ വരുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയല്ലേ, ഏത് കാലഘട്ടത്തിൽ തുടങ്ങി വന്ന ആളുകൾ ഹോസ്പിറ്റൽസിൽ അവരുടെ ട്രീറ്റ്മെന്റ് വേണ്ടി വന്നവരുടെ ഉണ്ടായിരിക്കും. അതെല്ലാം തന്നെ ക്രോണോളജിക്കൽ ഓർഡറിൽ അവിടെ അറേഞ്ച് ചെയ്ത് വെക്കുന്നു എന്നുള്ളതാണ്. ആൻഡ് ഓൾസോ ദീസ് റെക്കോർഡ്സ് വിൽ ബി ഗിവൺ കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ്. അങ്ങനെ റെക്കോർഡുകളാക്കി മാറ്റുന്ന ഇതിനൊക്കെ ഓരോ കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള നമ്പേഴ്സ് പ്രൊവൈഡ് ചെയ്യും. എന്താ കോൺസിക്യൂട്ടീവ് എന്ന വാക്കിന്റെ അർത്ഥം? തുടർച്ചയായ നമ്പറുകളാണ് കൊടുക്കുക, തുടർച്ചയായ നമ്പറുകൾ. ബട്ട് ഇറ്റ് വിൽ ബി സ്റ്റാർട്ടിങ് ഫ്രം എ കോമൺ ബേസിക് ആയിട്ട് ഒരു നമ്പറിൽ നിന്നായിരിക്കും അത് സ്റ്റാർട്ട് ചെയ്യാം. അങ്ങനെ ബാക്കിയുള്ള നമ്പറുകൾ അതിന്റെ കോൺസിക്യൂട്ടീവ് ആയിട്ട് വരുന്നത്. ഞാൻ ഉദാഹരണം പറഞ്ഞു, ഇപ്പൊ നമ്മൾ കോളേജിലും എന്തെങ്കിലും തരത്തിലുള്ള ബോർഡ് എക്സാംസ് അല്ലെങ്കിൽ PSC എക്സാംസ് ഒക്കെ എഴുതുമ്പോൾ അതിനൊരു നമ്പർ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബേസ് നമ്പർ ഉണ്ടായിരിക്കും. അതിന്റെ കൂടെ ആയിരിക്കും ബാക്കി കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള ലാസ്റ്റ് ചിലപ്പോൾ 3 അക്കങ്ങൾ അല്ലെങ്കിൽ ലാസ്റ്റ് 2 അക്കങ്ങൾ അങ്ങനെയൊക്കെ വരിക. അപ്പൊ അതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വരും. അപ്പൊ അങ്ങനെ ആവുമ്പോൾ ഈസിലി പുൾ ഔട്ട് ദ നമ്പർ. ഇപ്പൊ ആ നമ്പർ അനുസരിച്ച് കോൺസിക്യൂട്ടീവ് ആയിട്ട് നമ്പർ ചെയ്ത് വെച്ചിരിക്കുന്നുണ്ട്. ഏത് നമ്പർ വേണമെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് പുൾ ഔട്ട് ചെയ്യാനായിട്ട് ഗ്രൂപ്പ് ഓഫ് അല്ലെങ്കിൽ സെറ്റ് ഓഫ് മെഡിക്കൽ റെക്കോർഡ്സിൽ നിന്ന് വലിച്ചെടുക്കാനായിട്ട് പറ്റുമെന്നുള്ളതാണ് സ്ട്രേറ്റ് ന്യൂമറിക് ഫയലിംഗ് സിസ്റ്റത്തിന്റെ പ്രത്യേകത. ഇവിടെ വരെയാണ് നമ്മൾ പറഞ്ഞത്. ഒരു ഉദാഹരണം അവിടെ തന്നിട്ടുണ്ട്, 12, 3, 4, 1, 2 അല്ലെ. നമ്മള് 12, 34, 12, 12, 34, 13. അപ്പൊ 12, 34 എന്ന് പറയുന്ന നമ്പർ ബേസ് ആയിട്ട് ആദ്യത്തെ 4 നമ്പേഴ്സ് അങ്ങനെ ബേസ് ആയിട്ട് വെച്ചിട്ട് പിന്നെ വരുന്ന 12, 13, 14, 15 അങ്ങനെ കോൺസിക്യൂട്ടീവ് ആയിട്ട് എഴുതി പോകുന്നു എന്നുള്ളതാണ്. അതൊരു എക്സാമ്പിൾ അവിടെ കാണിച്ചിരിക്കുന്നതാണ്. മനസ്സിലായല്ലോ? സ്ട്രേറ്റ് ന്യൂമറിക് ഫയലിംഗിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? എന്തെങ്കിലും മനസ്സിലാവായിക്കൊന്നുമില്ലല്ലോ? അടുത്തതിലേക്ക് പോകുകയാണേ. പോകുന്നതിന് മുമ്പ് തന്നെ അതിനാണ് ഈ 2-3 പ്രാവശ്യം കൂടി എന്ന് ചോദിക്കുന്നത്, എന്തെങ്കിലും ക്ലിയർ ആവാത്തതുണ്ടോ എന്ന്. ഇല്ലാന്നോ ഉണ്ടെന്നോ ഒന്നും പറയുന്നില്ല. ചിലരൊന്നും ഇപ്പൊ ഇവിടെ മിണ്ടുന്നത് പോലും ഇല്ല. ഏതാണ് പറയേണ്ടത്? എന്താണ് പറയണ്ടേ? സ്ട്രേറ്റ് ന്യൂമറിക് ആണോ? സ്ട്രേറ്റ് ന്യൂമറിക് ആണോ പറയേണ്ടത്? അതായത് ഇതൊരു അക്യുറേറ്റ് ആയിട്ടുള്ള ക്രോണോളജിക്കൽ ഓർഡർ മെഡിക്കൽ റെക്കോർഡുകൾ കീപ്പ് ചെയ്യുന്ന മെത്തേഡാണ്. ക്രോണോളജിക്കൽ എന്ന് പറഞ്ഞാൽ ഡേറ്റ്, ടൈം, അതിനൊക്കെ അനുസരിച്ചിട്ട് പേഷ്യൻസിന്റെ റെക്കോർഡുകൾ കീപ്പ് ചെയ്യുന്ന ഒരു സിസ്റ്റം. എന്ന് വെച്ചാൽ നമ്മളിങ്ങനെ സമയത്തിനനുസരിച്ച് എന്ന് പറയുമ്പോ ഇപ്പൊ ഒരു ദിവസത്തെ ഡാറ്റ ആയിട്ട് എടുക്കുകയാണെങ്കിൽ രാവിലെ 8 മണിക്ക് ഒരു പേഷ്യന്റ് വന്നു, 8:10 ഒരു പേഷ്യന്റ് വന്നു, 8:11 പേഷ്യന്റ് വന്നു. ആ ഒരു സമയത്തിന്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ ഓർഡർ ആയിട്ട് മെഡിക്കൽ റെക്കോർഡുകൾ സൂക്ഷിക്കുന്ന ഒരു രീതിയാണ് സ്ട്രേറ്റ് ന്യൂമറിക് എന്ന് പറയുന്നതിനകത്ത്. ഇനി മാത്രമല്ല, ഇതിനു വേണ്ടിയിട്ട് ഓരോ മെഡിക്കൽ റെക്കോർഡ്സിനും വിൽ ബി പ്രൊവൈഡഡ് എ നമ്പർ അല്ലെ. ഓരോ റെക്കോർഡ്സിനും ഒരു നമ്പർ കൊടുത്തിട്ടുണ്ടായിരിക്കും, വിച്ച് വിൽ ബി കോൺസിക്യൂട്ടീവ്. അതിന്റെ പ്രത്യേകത, നമ്പറിന്റെ പ്രത്യേകത അവിടെ നിന്ന് ഇവിടെ തോന്നിയ നമ്പർ അല്ല കൊടുക്കുക. ഒരു കോൺസിക്യൂട്ടീവ് നമ്പർ, ഒരു എന്താ പറയാ ആദ്യത്തെ 3-4 ഡിജിറ്റുകൾ സെയിം ആയിട്ട് വന്നിട്ട് ബാക്കിയുള്ളത് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് റിപ്പീറ്റ് ചെയ്ത് പോകുന്ന രീതിയിലുള്ള, അതായത് കോൺസിക്യൂട്ടീവ് ആയിട്ട് തുടർച്ചയായി പോകുന്ന നമ്പറുകളായിരിക്കും പ്രൊവൈഡ് ചെയ്യുക. അങ്ങനെ വരുമ്പോൾ ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് ആ ഒരു ഫയല് ഈസി ആയിട്ട് ഏതിന്റെ ഉള്ളിൽ നിന്നായാലും എടുക്കാൻ പറ്റും. കാരണം നമ്പർ ഇങ്ങനെ ഇട്ട് വെച്ചേക്കല്ലേ അല്ലെ. 12, 13. അപ്പൊ 12 എന്തിന്റെയാണ്, 12ന്റെയാണോ നമുക്ക് ആവശ്യം? ആ ഫയലുകൾക്ക് ആ ഡാറ്റയ്ക്ക് ഇതിന് എന്തുണ്ടായിരിക്കും? ആ പേഷ്യന്റിന്റെ റെക്കോർഡ്സ് ഐഡന്റിഫിക്കേഷൻ നമ്പർ ഉണ്ടായിരിക്കും. അപ്പൊ അതുകൊണ്ട് അതങ്ങനെ എടുക്കാനായിട്ട് എളുപ്പം സാധിക്കും എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. ക്ലിയർ ആയോ? സംശയം ചോദിച്ച ആൾക്ക് മനസ്സിലായോ? നെക്സ്റ്റ് വൺ ടെർമിനൽ ഡിജിറ്റ് ഫയലിംഗ് ആണ്. ടെർമിനൽ ഡിജിറ്റ് ഫയലിംഗ് ആണ് അടുത്തത് നമ്മൾ പറയാൻ പോകുന്നത്. ഇത് ആണ് ഇപ്പൊ ആദ്യം പറഞ്ഞ 2 രീതിയിൽ നിന്ന് കുറച്ചുകൂടി എക്സാക്ട് ആയിട്ടുള്ള അക്യുറേറ്റ് ആയിട്ടുള്ള ഒരു ഫയലിംഗ് മെത്തേഡ് ആണ് ടെർമിനൽ ഡിജിറ്റ് ഫയലിംഗ് എന്ന് പറയുന്നത്. ഓൾസോ സിമ്പിൾ, വളരെ എളുപ്പത്തിൽ നമുക്ക് എഴുതാൻ പറ്റുന്ന ഒരു രീതിയാണ്, അല്ലെങ്കിൽ നമ്പർ ഇടാൻ പറ്റുന്നത്, ഫയൽ ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയാണ് ടെർമിനൽ ഡിജിറ്റ് ഫയലിംഗ് എന്ന് പറയുന്നത്. ഇവിടെ എന്താണെന്ന് അറിയാമോ? ഹിയർ 6 ഡിജിറ്റ് നമ്പേഴ്സ് ആർ യൂസ്വലി യൂസ്ഡ്. ഇവിടെ 6 അക്ക സംഖ്യകളാണ് ഉപയോഗിക്കുക. പക്ഷേ ഈച്ച് നമ്പേഴ്സ് വിൽ ബി, ആ ഒരു 6 ഡിജിറ്റ് നമ്പർ വിൽ ബി divided into 3 parts. 3 പാർട്ടുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് and it is divided and in between there will be provided a hyphen. ഒരു ഹൈഫൺ ഒക്കെ ഇട്ടിട്ട് സൂചിപ്പിക്കും. ഇപ്പൊ 6 അക്കമുണ്ട്. 6 അക്കത്തില് 2 അക്കം കഴിയുമ്പോൾ, അതായത് 3 ആയിട്ട് ഭാഗിക്കുകയാണല്ലോ. അപ്പൊ 3 അക്കങ്ങൾ എന്ന് പറഞ്ഞാൽ 2, 2, 2. അങ്ങനെ 3 അക്കങ്ങളായിട്ട് ഭാഗിക്കുമ്പോൾ 2 അക്കം കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു?
ഒരു ഹൈഫൺ ഇട്ട് സൂചിപ്പിക്കുന്ന രീതിയാണ്. അതിനകത്ത് ഓരോ പാർട്ടുകളായിട്ട് ഡിവൈഡ് ചെയ്യും. അങ്ങനെ 3 പാർട്ടുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുള്ള രീതിയാണ് ടെർമിനൽ ഡിജിറ്റ് ഫയലിംഗ് എന്ന് പറയുന്നത്. ഇതിനകത്ത് ഈ ഡിജിറ്റുകൾക്ക് ഓരോ പേരുകളുണ്ട്. പ്രൈമറി ഡിജിറ്റ്, അതായത് ഇതിനകത്ത് പ്രൈമറി, സെക്കൻഡറി, തേഴ്സറി അങ്ങനെ 3 ഡിജിറ്റുകളായിട്ടാണ് ഈ 3 ഭാഗത്തെ കൊടുക്കുക. അതായത് ഇപ്പൊ നമ്മള് 68, 35, 12 എന്ന് പറയുന്ന ഒരു നമ്പറാന്ന് വിചാരിക്കുക. 68, 35, 12. അപ്പൊ 68 ഇനി ഒരു ഹൈഫൺ, 35 ഇനി ഒരു ഹൈഫൺ, 12 അങ്ങനെ 6 അക്കം ആക്കി എഴുതുന്നു. പക്ഷെ 2 അക്കം വീതമുള്ള ഗ്രൂപ്പുകളാക്കി അതിനെ ഫോം ചെയ്ത ഇടയിൽ ഹൈഫൺ ഇടുന്നു എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. അതാണ് ടെർമിനൽ ഡിജിറ്റ് ഫയലിംഗിന്റെ പ്രത്യേകത. ഇനി ഈ 3 അക്കങ്ങൾക്കും, അതായത് നമ്മളിങ്ങനെ ഹൈഫൺ ഇട്ട് വേർതിരിച്ചിരിക്കുന്ന 3 ഭാഗങ്ങൾക്കില്ലേ ഓരോ പേരുണ്ട്. പ്രൈമറി, സെക്കൻഡറി, തേഴ്സറി ഡിജിറ്റ്സുകൾ എന്നാണ് ഇതിന് പേരുകൾ കൊടുക്കുക. ഈ പ്രൈമറി ഏതാണ് ഇതിനകത്ത്, അതായത് ഏറ്റവും അറ്റത്ത് വരുന്നതാണ് പ്രൈമറി. ഏത്? റൈറ്റ് ഹാൻഡ് സൈഡിൽ. അവിടെ പറഞ്ഞിട്ട് റൈറ്റ് ഹാൻഡ് സൈഡിന്റെ അറ്റത്ത് വരുന്നത്. അതായത് നമുക്കിപ്പോ പറഞ്ഞ പ്രൈമറി ഡിജിറ്റ് എന്ന് പറയുമ്പോൾ 68, 35, 12 എന്ന് ഞാൻ പറയില്ലേ, അതിൽ 12 അപ്പുറത്തുനിന്ന് ഇങ്ങോട്ടാണ് മറ്റേ എഴുതുന്ന പോലെ അല്ലെ, വലത്ത് നിന്ന് ഇടത്തോട്ടേക്കാണ് വായിക്കേണ്ടത്. ആ അറ്റത്ത് വരുന്നത്, വലത്തറ്റത്ത് വരുന്നതാണ് പ്രൈമറി ഡിജിറ്റുകൾ. സെക്കൻഡറി നടുക്ക് വരുന്നത്, തേഴ്സറി ലെഫ്റ്റ് ഹാൻഡ് സൈഡിന്റെ അറ്റത്ത് വരുന്നത്. അങ്ങനെ 3 ഭാഗങ്ങളായിട്ട് ഇങ്ങനെ എന്ത് ചെയ്യുന്നു, ടെർമിനൽ ഡിജിറ്റ് ഫയലിംഗിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നമ്പറുകളെ ഡിവൈഡ് ചെയ്ത് വെച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ അതെ അവിടെ ഒരെണ്ണം എന്താ പറയാ റെക്കോർഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് കാണിച്ചിട്ടുണ്ട്. എക്സാമ്പിൾസ് 12, 34, 56, 13, 34, 56, 14, 34, 56, 15, 34, 56. അപ്പൊ ഇവിടെ പ്രത്യേകത നമുക്ക് എന്താ മനസ്സിലാക്കാൻ സാധിക്കുന്നത്? റൈറ്റ് ഹാൻഡ് സൈഡിൽ കിടക്കുന്ന പ്രൈമറി നമ്പറും പ്രൈമറിയും അതുപോലെ തന്നെ സെക്കൻഡറി ഡിജിറ്റുകളും അത് രണ്ടും സെയിം ആയിരിക്കും. 56ഉം 34ഉം സെയിം ആയിട്ട് വരുന്നുണ്ട്. ഇനി അത് കഴിഞ്ഞിട്ട് വന്നിരിക്കുന്ന 12, 13, 14, 15 കണ്ടല്ലോ, അതായത് തേഴ്സറി ഡിജിറ്റ് ആണ് എന്ത് ചെയ്യുന്നത്, മാറിക്കൊണ്ടിരിക്കുന്നത്. ആ രീതിയിൽ അറേഞ്ച്മെന്റുകളുള്ള ഫയലിംഗ് ആണ് ടെർമിനൽ ഡിജിറ്റ് ഫയലിംഗ് എന്ന് പറയുന്നത്. ഓരോന്നിനും ഉദാഹരണം കാണിച്ചിട്ടുണ്ട് കേട്ടോ. ഇതിൽ ഒന്നാമത്തേലും മാത്രം ഉദാഹരണം ഇല്ല, ഒന്നാമത്തേലും പോലെ 2ാമത്തേലും ഉദാഹരണം ഇല്ലാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അങ്ങനെയാണ്. ഒരു റെക്കോർഡ് ഒരാൾക്ക്, അതാണ് യൂണിറ്റ്. മറ്റേതിനകത്ത് സീരിയൽ നമ്പറിൽ ഒരുപാട് റെക്കോർഡുകൾ പല പല യൂണിറ്റുകളിലായിട്ടുണ്ടായിരിക്കും. അത് അതാത് സ്ഥലങ്ങളിൽ റെക്കോർഡ് ചെയ്ത് വെക്കുന്നു, ഫയൽ ചെയ്ത് വെക്കുന്നു. ടെർമിനൽ അതുപോലെ തന്നെ അതിന് മുമ്പ് സ്ട്രേറ്റ് ന്യൂമറിക് ഫയലിംഗിൽ നമ്മൾ കണ്ടത് ആ ഡിജിറ്റുകളുടെ പ്രത്യേകത. സ്ട്രേറ്റില് കുറച്ച് നമ്പറുകൾ അവിടെ ഹൈഫൺ ഉപയോഗിക്കുന്നില്ല, ഡിജിറ്റുകൾ കൊടുക്കുന്നു. ആദ്യത്തെ 4 നമ്പറുകൾ ബേസ് ആയിട്ട് കൊടുത്തത്, പിന്നെ ഉള്ളത് കോൺസിക്യൂട്ടീവ് നമ്പറുകളായിട്ട് റിപ്പീറ്റ് ചെയ്ത് പോകുന്നതാണ് കാണാൻ സാധിക്കുക. ടെർമിനലില് കൊടുത്തിരിക്കുന്ന നമ്പറിനെ 3 ഭാഗങ്ങളായിട്ട് ഡിവൈഡ് ചെയ്ത് വലത്തെ അറ്റത്തുള്ളത് പ്രൈമറി, നടുക്കുള്ളത് സെക്കൻഡറി, ഈ അറ്റത്ത് ലെഫ്റ്റ് ഹാൻഡ് സൈഡിന്റെ അറ്റത്തുള്ളത് തേഴ്സറി എന്ന് പറയുന്ന ഡിജിറ്റുകളായിട്ട് ഫോം ചെയ്ത് ഓരോന്നും ഹൈഫൺ ഇട്ട് സൂചിപ്പിക്കുന്നു എന്നുള്ളതാണ്. ആ തേഴ്സറിയിൽ വരുന്ന ഡിജിറ്റുകളാണ് എന്ത് ചെയ്യുന്നത്, മാറിക്കൊണ്ടിരിക്കുന്നത്. കോൺസിക്യൂട്ടീവ് ആയിട്ട് തുടർച്ചയായിട്ട് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും എന്നുള്ളതാണ് ടെർമിനൽ ഡിജിറ്റ് ഫയലിംഗിന്റെ പ്രത്യേകത. ക്ലിയർ ആയോ? എന്തെങ്കിലും മനസ്സിലാവാത്തതുണ്ടോ? ഉണ്ടോ? റിയാക്ഷൻ ഒന്നും ഇല്ലല്ലോ, കുറഞ്ഞു വന്ന് തീരാറായപ്പോഴേക്കും. എന്താണ് രാവിലെ തന്നെ? ഓക്കെ, വെരി ഗുഡ്. അപ്പൊ അടുത്തത് ലാസ്റ്റ് മെത്തേഡ് ഓഫ് ഫയലിംഗ് ആണ്. അവസാനത്തെ മെഡിക്കൽ റെക്കോർഡുകൾ സ്റ്റോർ ചെയ്ത് ഫയൽ ചെയ്യുന്നതിന്റെ ലാസ്റ്റ് രീതിയാണ് മിഡിൽ ഡിജിറ്റ് ഫയലിംഗ്. മിഡിൽ ഡിജിറ്റ് ഫയലിംഗ് ആ വേർഡ് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ ഈ ടെർമിനൽ ഡിജിറ്റ് ഫയലിംഗുമായിട്ട് കുറച്ച് ഒരു ബന്ധമുണ്ട്, അല്ലെങ്കിൽ അതിന്റെ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ ആയിട്ടൊക്കെ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡ് കൂടിയാണ്. എന്ന് വെച്ചാൽ അതിൽ നിന്ന് ചെറിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഇവിടെയും അതെ, നമ്മുടെ ഡിജിറ്റുകളെ 6 ഡിജിറ്റ് നമ്പറുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് അതിനെ ഹൈഫൺ ആണ് തിരിക്കുന്നത് തന്നെ. പക്ഷെ ഇതിന്റെ പൊസിഷനിലാണ് ഇച്ചിരി വ്യത്യാസമുള്ളത്. നേരത്തെ നമ്മൾ പറഞ്ഞത് എങ്ങനെയാ? പ്രൈമറി, സെക്കൻഡറി, തേഴ്സറി കേട്ടോ. ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ തേഴ്സറി വരും. പ്രൈമറി, സെക്കൻഡറി, തേഴ്സറി എന്ന് പറയുന്ന രീതിയിലാണ് വന്നിരിക്കുന്നതെങ്കിൽ ഇവിടെ നമ്മുടെ മിഡിൽ ഡിജിറ്റ് ഫയലിംഗിനകത്ത് പറയുമ്പോൾ എങ്ങനെ വരും എന്നറിയോ? തേഴ്സറി ഏത് വരും? ഈ റൈറ്റ് ഹാൻഡ് സൈഡിൽ. അവിടെ വായിച്ച നോക്കുക കാണാം, പ്രൈമറി, സെക്കൻഡറി, തേഴ്സറി ഡിജിറ്റുകൾ തന്നെയാണ് ഡിഫറെന്റ് പൊസിഷൻസിൽ വന്നേക്കണേ. പക്ഷെ ആ പൊസിഷനിൽ നമ്മുടെ ടെർമിനലുമായിട്ട് ഇച്ചിരി വ്യത്യാസമുണ്ട്. മിഡിൽ പാർട്ട് ഓഫ് ദ ഡിജിറ്റ്സ് ആർ പ്രൈമറി. എവിടെയാണ് വരുന്നത്? മിഡിലിലാണ് പ്രൈമറി എന്ന് പറയുന്ന ഡിജിറ്റുകൾ വരേണ്ടത്, മിഡിൽ പാർട്ടിലാണ്. ഡിജിറ്റ്സ് ഓൺ ദ ലെഫ്റ്റ് ഹാൻഡ് സൈഡില് ഈ അറ്റത്ത് വരുന്നത് സെക്കൻഡറി ഡിജിറ്റുകളാണ്. ആദ്യം അതായത് റൈറ്റ് ഹാൻഡ് സൈഡിൽ നമ്മൾ നേരത്തെ പ്രൈമറി പറഞ്ഞു കൊടുത്താണ് ഇപ്പൊ എന്ത് വരാം, തേഴ്സറി വരിക. അങ്ങനെയാണ് ആ ഡിജിറ്റിന്റെ ഫോർമേഷനിലാണ് ഇച്ചിരി വ്യത്യാസം വന്നേക്കുന്നത്. ഓക്കെ, അപ്പൊ പ്രൈമറി എവിടെ വരണം? മിഡിലില്, സെക്കൻഡറി ഈ ലെഫ്റ്റ് ഹാൻഡ് സൈഡില്, തേഴ്സറി റൈറ്റ് ഹാൻഡ് സൈഡില്. അങ്ങനെ ഒരു റീഅറേഞ്ച്മെന്റ് ആണ് മിഡിൽ ഡിജിറ്റ് ഫയലിംഗിൽ ഉപയോഗിച്ചിരിക്കുന്നത്. എക്സാമ്പിൾ അവിടെ കൊടുത്തിട്ടുണ്ട്. 46, 68, 96, 46,
6897, പിന്നെ 4668 ആവർത്തിച്ചിരിക്കുന്നു. ലാസ്റ്റ് കിടക്കുന്ന 98 തെർസറി എന്ന് പറയുന്ന ഭാഗത്തുള്ള നമ്പർ മാത്രം കോൺസിക്യൂട്ടീവ് ആയിട്ട് ഇങ്ങനെ തുടർന്നുകൊണ്ട് പോകുന്നു എന്നുള്ളതാണ്. അതാണ് മിഡിൽ ഡിജിറ്റ് ഫയലിംഗിന്റെ പ്രത്യേകത. ക്ലിയർ ആയോ? ഇത് രണ്ടും ഏകദേശം സെയിം ആണ്. അതായത് പ്രൈമറി, തെർസറി, സെക്കൻഡറി എന്ന് പറയുന്ന രീതിയിൽ ഡിജിറ്റുകളെ അറേഞ്ച് ചെയ്യുന്നുണ്ട്. പക്ഷെ ആ അറേഞ്ച്മെന്റുകളിൽ പ്രൈമറിയുടെയും സെക്കൻഡറിയുടെയും തെർസറിയുടെയും ഒക്കെ സ്ഥാനം മാറ്റിയിട്ട് മാത്രമാണ് ഡിജിറ്റ് മിഡിൽ ഡിജിറ്റ് ഫയലിംഗിൽ ഉപയോഗിച്ചിരിക്കുന്നത് എന്നുള്ളൂ. ബാക്കിയൊക്കെ സെയിം ആണ്. അപ്പൊ 5 രീതിയിലുള്ള ഫയലിംഗ് ആൻഡ് സ്റ്റോറേജ് ഓഫ് മെഡിക്കൽ റെക്കോർഡ്സ് ആണ് നമ്മൾ പറഞ്ഞത്. ഒന്ന് സീരിയൽ നമ്പറിംഗ് ആൻഡ് ഫയലിംഗ് പറഞ്ഞല്ലോ, പല പല ഡിപ്പാർട്ട്മെന്റിൽ അല്ലെങ്കിൽ പല പല യൂണിറ്റില് പല പല റെക്കോർഡ്, അതൊക്കെ അവിടെ തന്നെ റെക്കോർഡുകളായിട്ട് സൂക്ഷിക്കുന്നു. യൂണിറ്റ് നമ്പറിംഗിൽ ഒറ്റ റെക്കോർഡ് ആക്കി മാറ്റുന്നു. അവിടെ ഇവിടെയൊക്കെ ഉണ്ടെങ്കിലും എല്ലാം കൂടി ഒറ്റ റെക്കോർഡ്സിലേക്ക് മാറ്റുന്നു. ഒരു പ്രാവശ്യം ഒരു നമ്പറോ ഒരു എന്താ പറയാ റെക്കോർഡോ ഓപ്പൺ ചെയ്താൽ ആ റെക്കോർഡുകൾ തന്നെ വീണ്ടും സബ്സിക്വന്റ് അഡ്മിഷൻസിലും ട്രീറ്റ്മെന്റിലും ഒക്കെ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. സ്ട്രേറ്റ് ന്യൂമറിംഗില് ഒരു നമ്പർ പ്രൊവൈഡ് ചെയ്യുന്നു, അതിന്റെ ലാസ്റ്റ് കുറച്ച് ഡിജിറ്റുകൾ കോൺസിക്യൂട്ടീവ് ആയിട്ട് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും എന്നുള്ളതാണ്. ടെർമിനലിനകത്ത് പ്രൈമറി, സെക്കൻഡറി, തെർസറി എന്ന് പറയുന്ന ഡിജിറ്റുകളാക്കി രണ്ട് അക്കങ്ങൾ വരുന്ന ഡിജിറ്റുകളാക്കിയിട്ട് എന്ത് ചെയ്യുന്നു, ഒരു 6 ഡിജിറ്റ് നമ്പറിനെ ഇങ്ങനെ ഹൈഫൻ ഇട്ട് വേർതിരിച്ച് കൊടുത്തിരിക്കുന്നു. അതിനകത്ത് അതിന്റെ അറേഞ്ച്മെന്റുകൾ പ്രൈമറി, സെക്കൻഡറി, തെർസറി ഫ്രം ദ റൈറ്റ് ടു ലെഫ്റ്റ്, റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് നമ്മൾ വായിക്കുമ്പോൾ പ്രൈമറി, സെക്കൻഡറി, തെർസറി എന്ന രീതിയിലാണ് അറേഞ്ച് ചെയ്തിരിക്കുക. ലാസ്റ്റ് പറഞ്ഞത് മിഡിൽ ഡിജിറ്റ് ഫയലിംഗ് ആണ്. അതും ടെർമിനലിന്റെ തന്നെ ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് രീതിയിലുള്ള മെത്തേഡ് തന്നെയാണ് എങ്കിലും ചെറിയൊരു വ്യത്യാസം അതിന്റെ ഡിജിറ്റ്സ് അറേഞ്ച്മെന്റിന്റെ കാര്യത്തിൽ മാത്രമാണ്. അവിടെ വരുന്നത് തെർസറി, പ്രൈമറി, സെക്കൻഡറി ആണ്. അത്രയുള്ളൂ കാര്യം. ക്ലിയർ ആയോ? എന്തെങ്കിലും സംശയമുണ്ടോ? ക്ലിയർ, ഓക്കെ. സോ അപ്പൊ നമ്മൾ ഈ പറയുന്ന ഫയലുകളൊക്കെ റെക്കോർഡ് ചെയ്ത് വെച്ചു. റെക്കോർഡുകളൊക്കെ എന്താക്കണം, നമ്മൾ ഫയലുകളിലാക്കി സ്റ്റോർ ചെയ്ത് വെച്ചു. അപ്പൊ അതൊക്കെ അവിടെ തന്നെ ഇരിക്കട്ടെ. ഇനി നമ്മൾ ഫോർമാറ്റ് ആണ്, ഈ മെഡിക്കൽ റെക്കോർഡുകളുടെ ഫോർമാറ്റുകളെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഈ ഫോർമാറ്റുകളിന്റെ ആദ്യം തന്നെ ഈ തന്നിരിക്കുന്ന നോട്ടില് ചില എന്താ പറയാ ഇച്ചിരി പ്രശ്നമുണ്ട്. ഞാൻ ആ പ്രശ്നം ആദ്യം തീർക്കട്ടെ, എന്നിട്ട് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം കേട്ടോ. പ്രധാനമായിട്ടും ഈ മെഡിക്കൽ റെക്കോർഡുകളുടെ ഫോർമാറ്റ് 3 ഉള്ളൂ കേട്ടോ. 3 അത് അതിന്റെ കൂടെ അതിങ്ങനെ ടൈപ്പ് ചെയ്ത് പോയി. അപ്പോ 3 ടൈപ്പേ ഉള്ളൂ. ഒന്ന് SOMR, MRI ഇല്ല കേട്ടോ. ഐയുടെ അവിടെ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധനമാണ്, പക്ഷെ അത് IO 1 എന്തോ ആയിപ്പോയി. അതിനൊന്നും SOMR ബ്രാക്കറ്റ് ഇടുക കേട്ടോ. ബ്രാക്കറ്റ് ഒന്ന് ക്ലോസ് ചെയ്യുക. I എന്ന് പറയുന്നതാണ് അവിടെ അറ്റത്ത് കിടക്കുന്ന, അതില്ല. സോഴ്സ് ഓറിയന്റഡ് മെഡിക്കൽ റെക്കോർഡ്. നിങ്ങൾക്ക് തന്നെ വായിക്കുമ്പോൾ കാണാം സോഴ്സ് ഓറിയന്റഡ് മെഡിക്കൽ റെക്കോർഡ്, SOMR കംപ്ലീറ്റ് ആയി അവിടെ. പിന്നെ അവിടെ ഒരു ഐയുടെ ആവശ്യമില്ലല്ലോ, അതുകൊണ്ട് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക എന്നുള്ള ഉദ്ദേശമായിരുന്നു, പക്ഷെ അത് മാറിപ്പോയി എന്ന് മാത്രം. അടുത്തത് പ്രോബ്ലം ഓറിയന്റഡ് മെഡിക്കൽ റെക്കോർഡ്, കറക്റ്റ് ആണത്. POMR ബ്രാക്കറ്റ് അവിടെ ക്ലോസ് ചെയ്തിട്ടുണ്ട്. പ്രോബ്ലം ഓറിയന്റഡ് മെഡിക്കൽ റെക്കോർഡ്. തേർഡ് വൺ ഇന്റഗ്രേറ്റഡ് മെഡിക്കൽ റെക്കോർഡ്. 3 മെഡിക്കൽ റെക്കോർഡുകളുടെ ഫോർമാറ്റ് ഉള്ളൂ. 3 ഉള്ളൂ. 1, 2, 3 നിങ്ങളൊന്ന് നമ്പർ ചെയ്യാമോടെ. അത് ചെറിയ വ്യത്യാസം ഉണ്ടെങ്കിൽ നോട്ട്സിൽ വ്യത്യാസം ഉണ്ട്, അതുകൊണ്ടാണ്. ഒന്ന് കറക്റ്റ് ചെയ്യാം. നമ്മളത് വായിച്ച് മനസ്സിലാക്കി എടുത്തപ്പോഴാണ് ആ ഒരു ഇത് നമ്മളവിടെ കറക്ഷൻസ് കണ്ടുപിടിച്ചത്. അതുകൊണ്ടാണ് ഞാനത് നിങ്ങളോട് കറക്റ്റ് ചെയ്യാൻ പറയുന്നത്. നമ്പർ ഇട്ടോ. 3 ഫോർമാറ്റുകളാണ് മെഡിക്കൽ റെക്കോർഡുകൾക്ക് ഉള്ളത്. 3 രീതിയിൽ റെക്കോർഡുകൾ ഇങ്ങനെ ഫോർമാറ്റ് ചെയ്ത് വെക്കാം. ഏതൊക്കെയാണ്? SOMR, സോഴ്സ് ഓറിയന്റഡ് മെഡിക്കൽ റെക്കോർഡ്. ആ പേരിനെ നമ്മളിങ്ങനെ വിശദീകരിക്കുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആകും. അടുത്തത് POMR, പ്രോബ്ലം ഓറിയന്റഡ് മെഡിക്കൽ റെക്കോർഡ്സ്. അടുത്തത് ഇന്റഗ്രേറ്റഡ് മെഡിക്കൽ റെക്കോർഡ്സ്. ഓക്കെ, നമ്പർ ഇട്ടോ. നമ്പർ ഇട്ട് കഴിഞ്ഞതിന് ശേഷം അടുത്തതില് എന്താ പറയാ മെഡിക്കൽ റെക്കോർഡ്സ് ഈസ് അറേഞ്ച്ഡ് ഇൻ സെക്ഷൻസ് ഇൻ അക്കോർഡൻസ് വിത്ത് ദ പേഷ്യന്റ് കെയർ ഡിപ്പാർട്ട്മെന്റ് വിച്ച് പ്രൊവൈഡ് ദ കെയർ ആൻഡ് ദ ഡാറ്റ. ഹെൻസ് ദ നെയിം സോഴ്സ് ഓറിയന്റഡ് മെഡിക്കൽ റെക്കോർഡ്. ആ 2 പോയിന്റില് SOMR എന്ന് പറയുന്ന ആ 1ാമത്തേൽ വരുന്നതാണ്. എന്നുവെച്ചാൽ അതിന്റെ ഒരു എന്താ പറയാ സബ് പോയിന്റ് ആയിട്ട് വരുന്നതാ. 1ാമത്തെ മെത്തേഡായ SOMR-ന്റെ കൂടെ വരേണ്ട 2 പോയിന്റുകളായിരുന്നു. എന്താണ് SOMR, സോഴ്സ് ഓറിയന്റഡ് മെഡിക്കൽ റെക്കോർഡ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഒരു എക്സ്പ്ലനേഷൻ വേണ്ടേ? മനസ്സിലായോ? ഞാൻ പറയുന്നത് മനസ്സിലാവുണ്ടോ? ആ SOMR-ൽ പെട്ടതാണെന്ന് ആ എന്താ പറയാ 4ാമത്തെ പോയിന്റും 5ാമത്തെ പോയിന്റും ആ വായിച്ച പോയിന്റ്. Medical record is arranged in sections in accordance with the patient care departments which provide the care and the data. Hence the name source oriented medical record.
അതുകൊണ്ടാണ് അതിന് ആ പേര് വന്നേന്ന്. ആ 2 പോയിന്റ് അതിനകത്ത് വരുന്നത് SOMR എന്ന്. അതൊന്ന് ബോക്സിലാക്കിയിട്ട് അതിന്റെ കൂടെ SOMR എന്ന് എഴുതി വെച്ചിട്ട്. ഓക്കെ, ഇനി അടുത്തത് ഇന്റഗ്രേറ്റഡ് മെഡിക്കൽ റെക്കോർഡിൽ വരുന്നത് ബാക്കി വരുന്നത് എല്ലാ പോയിന്റ്. ബാക്കി വരുന്നത് മീൻസ് ഫോംസ് ആർ ഓർഗനൈസ്ഡ് ഇൻ അക്കോർഡിംഗ്സ് വിത്ത് ദ ഡേറ്റ്. യൂഷ്വലി ദ റെക്കോർഡ് ഈസ് അറേഞ്ച്ഡ് ഇൻ വേഴ്സ് chronological order at the nurse station. So the most information is at the front and oldest information is at the back of the each section. And the last one record is reorganized after the patient is discharged. അതെല്ലാം ഇന്റഗ്രേറ്റഡ് മെഡിക്കൽ റെക്കോർഡിൽ വരുന്നതാണ്. അതിന്റെ മുകളില് അത് മൊത്തത്തില് ഒന്ന് ബ്രാക്കറ്റിൽ ഇട്ടിട്ടോ ബോക്സിൽ ഇട്ടിട്ടോ നിങ്ങൾ അതിന്റെ പൊക്കത്തില് ഇന്റഗ്രേറ്റഡ് മെഡിക്കൽ റെക്കോർഡ് ഒന്ന് എഴുതി വെക്കാമോ? പ്രോബ്ലം ഓറിയന്റഡ് അവിടെ ഇല്ല, അത് വേറെ സ്ഥലത്ത് കിടക്കുന്നുണ്ട്. അത് ചെറിയതായിട്ട് അവിടെ ഇവിടേക്ക് എന്തോ പറ്റിപ്പോയതാണ്. അറേഞ്ച് ചെയ്തോ? അപ്പോ മെഡിക്കൽ റെക്കോർഡുകളുടെ ഫോർമാറ്റ് 3 മൂന്നെണ്ണത്തിന്റെ പേര് പഠിച്ചു വെക്കണം. SOMR സോഴ്സ് ഓറിയന്റഡ് മെഡിക്കൽ റെക്കോർഡ്, 2 പ്രോബ്ലം ഓറിയന്റഡ് മെഡിക്കൽ റെക്കോർഡ് POMR, 3 ഇന്റഗ്രേറ്റഡ് മെഡിക്കൽ റെക്കോർഡ്. 3 രീതിയിലുള്ളൂ മെഡിക്കൽ റെക്കോർഡുകളുടെ ഫോർമാറ്റ്. അതില് സോഴ്സ് ഓറിയന്റഡ് മെഡിക്കൽ റെക്കോർഡുകളുടെ ഇതിനകത്ത് വരുന്നതാണ് ആ 4ഉം 5ഉം കുത്തിട്ടേക്കണ പോയിന്റ്. മനസ്സിലായി? അതിന്റെ താഴെ 6ാമത്തെ തുടങ്ങിയുള്ള പോയിന്റുകൾ എല്ലാം തന്നെ ഇന്റഗ്രേറ്റഡ് മെഡിക്കൽ റെക്കോർഡ്സിന്റെ എക്സ്പ്ലനേഷൻസിൽ വരുന്നതാണ്. ക്ലിയർ ആയോ പറഞ്ഞത്? POMRന്റെ എക്സ്പ്ലനേഷൻ അവിടെ വന്നിട്ടില്ല, അത് വേറെ സ്ഥലത്ത് കിടക്കുന്നുണ്ട്. അടുത്ത പേജിലേക്ക് നോക്കി കഴിഞ്ഞാൽ കാണാം. നിങ്ങളൊന്ന് എന്താ പറയാ, അല്ലെങ്കിൽ ഞാൻ നോട്ട് വായിച്ചാൽ നമുക്കൊന്നും മനസ്സിലാവില്ല. എന്താണ് ഇത് എന്ന് നിങ്ങൾക്ക് ക്ലിയർ ആവില്ല. ഒരു ആരെങ്കിലും ഒക്കെ എടുത്ത് നോക്കുമ്പോ എഴുതി വെച്ചിട്ട് നിങ്ങൾക്ക് തോന്നിപ്പോവും. അതുകൊണ്ടാണ് ഇപ്പൊ തന്നെ ക്ലിയർ ചെയ്യാൻ പറയുന്നത്. ഇനി പിന്നീട് എന്താ ഇതിനകത്തെന്ന് പറയരുത്. ഓക്കെ, അപ്പൊ നമ്മുടെ മെഡിക്കൽ റെക്കോർഡുകൾക്ക് 3 ഫോർമാറ്റ് ഉണ്ട്. 3 രീതിയിൽ ഫോർമാറ്റ് ചെയ്ത് മെഡിക്കൽ റെക്കോർഡ്സ് അറേഞ്ച് ചെയ്യാൻ പറ്റും. ഒന്ന് സോഴ്സ് ഓറിയന്റഡ് മെഡിക്കൽ റെക്കോർഡ്, പ്രോബ്ലം ഓറിയന്റഡ് മെഡിക്കൽ റെക്കോർഡ് ആൻഡ് ഇന്റഗ്രേറ്റഡ് മെഡിക്കൽ റെക്കോർഡ്. അപ്പൊ ഒന്നാമത്തേത് സോഴ്സ് ഓറിയന്റഡ് മെഡിക്കൽ റെക്കോർഡാണ്. എന്ന് വെച്ചാൽ സോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഇൻഫോർമേഷൻസ് അബൌട്ട് ദ പേഷ്യൻസ് ആൻഡ് ദ ട്രീറ്റ്മെന്റ് പ്രൊവൈഡഡ് ഓർ ദ കെയർ ഗിവൺ ടു ദം. അതായത് ഓരോ പേഷ്യൻസ് ഹോസ്പിറ്റൽസിൽ വരുമ്പോൾ അവർക്ക് കൊടുക്കുന്ന ട്രീറ്റ്മെന്റുകൾ, പേഷ്യൻസിനെ കുറിച്ചുള്ള ഇൻഫോർമേഷൻസ്, ഇതൊക്കെ സോഴ്സ് ആണ്. അത് പല പല ഡിപ്പാർട്ട്മെന്റിലായിരിക്കും കിടക്കുക അല്ലെ? ഇപ്പൊ ഹോസ്പിറ്റൽസിൽ വന്നു, ഡോക്ടറെ കണ്ടു, OP ഡിപ്പാർട്ട്മെന്റിൽ വന്നു, ഡോക്ടറെ കണ്ടു, ഡോക്ടർ പിന്നെ വേറെ എവിടെയെങ്കിലും റെഫർ ചെയ്തു, അല്ലെങ്കിൽ മീൻസ് ലാബിൽ പോയി ടെസ്റ്റ് ചെയ്താലും അപ്പൊ അവിടെ റെക്കോർഡ് വന്നു. അപ്പൊ ഇവിടെ നിന്നൊക്കെ ഈ പേഷ്യന്റിനെ സംബന്ധിക്കുന്ന ഇൻഫോർമേഷൻസ് എല്ലാം കൂടി വാരി കൂടി കളക്ട് ചെയ്തെടുക്കണം. അപ്പൊ ആ സോഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള റെക്കോർഡുകൾ ആയതുകൊണ്ടാണ് അതിനാ പേര് വന്നിരുന്നത്. എന്ത്? സോഴ്സ് ഓറിയന്റഡ് മെഡിക്കൽ റെക്കോർഡ്. ആ ടൈപ്പിൽ നമുക്ക് മെഡിക്കൽ റെക്കോർഡുകൾ സൂക്ഷിക്കാം. എല്ലാ സോഴ്സുകളും റിഗാർഡിംഗ് ദ പേഷ്യൻസിനെ സംബന്ധിക്കുന്ന ഇൻഫോർമേഷൻസ്, അവർക്ക് പ്രൊവൈഡ് ചെയ്ത ഹെൽത്ത് കെയർ, ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഇതെല്ലാം കളക്ട് ചെയ്ത് മെഡിക്കൽ റെക്കോർഡ്സ് ആയിട്ട് സൂക്ഷിക്കുന്നത് കൊണ്ട് ഇറ്റ് ഈസ് നോൺ ആസ് സോഴ്സ് ഓറിയന്റഡ് മെഡിക്കൽ റെക്കോർഡ്. അതുകൊണ്ടാണ് അതിനാ പേര് വന്നത്. മെഡിക്കൽ സോഴ്സ് ഓറിയന്റഡ് മെഡിക്കൽ റെക്കോർഡ്. സോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഏത് ഉറവിടമാണ് ആ പേഷ്യൻസിനെ സംബന്ധിക്കുന്ന ഇൻഫോർമേഷൻസ് ലഭിച്ച ഉറവിടങ്ങൾ പല ഡിപ്പാർട്ട്മെന്റിലായിരിക്കും, അതൊക്കെ കൂടി കളക്ട് ചെയ്ത് മെഡിക്കൽ റെക്കോർഡ്സ് ആകുന്നു. അതുകൊണ്ടാണ് അതിന് ആ പേര് വന്നത്. പ്രോബ്ലം ഓറിയന്റഡ് അപ്പുറത്ത് പറയൂ കേട്ടോ, അതവിടെ വേറെ സ്ഥലമുണ്ട് പറയും. നെക്സ്റ്റ് വൺ ഇന്റഗ്രേറ്റഡ് മെഡിക്കൽ റെക്കോർഡാണ്. ഇനി എന്താണ് ഇന്റഗ്രേറ്റഡ് മെഡിക്കൽ റെക്കോർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ ഈ പറയുന്ന റെക്കോർഡുകൾ സൂക്ഷിക്കുന്നത് ഡേറ്റിന്റെ അടിസ്ഥാനത്തിലാണ്. പേഷ്യൻസിന് കൊടുക്കുന്ന കെയറുകളുടെയോ അല്ലെങ്കിൽ അവിടെ നിന്ന് കളക്ട് ചെയ്ത ഇൻഫോർമേഷൻസിന്റെ ബേസിസിലല്ല അവിടെ മെഡിക്കൽ റെക്കോർഡ്സ് കീപ്പ് ചെയ്തിരിക്കുന്നത്. ഇത് വേറൊരു ഫോർമാറ്റ് ആണ്. ഡേറ്റ്, ടൈം, അതൊക്കെ ക്രോണോളജിക്കൽ ഓർഡറിൽ, അത് എടുത്തതിന് ശേഷം അത് ഇൻവേഴ്സ് ചെയ്യും. എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, എന്താണ് ഇപ്പൊ എന്താ പറയാ, അഡ്മിറ്റഡ് ആയിട്ടുള്ള പേഷ്യൻസ് ഒക്കെ വരുന്നത്. അപ്പൊ ഏറ്റവും മുകളിൽ നിയറസ്റ്റ് ലേറ്റസ്റ്റ് ആയിട്ട് അഡ്മിറ്റ് ചെയ്ത പേഷ്യൻസിന്റെ പേരുകൾ മുകളിൽ വരണം. അപ്പൊ കുറച്ചുകൂടി പിന്നാക്കം ആരായിരിക്കും? കുറച്ചുകൂടി നേരത്തെ വന്നവരൊക്കെ അടിയിലായിരിക്കും അവരുടെ ഡാറ്റാസ് ഒക്കെ ഉണ്ടാകുക അല്ലെ? അതാണ് ഇൻവേഴ്സ് എന്ന് പറയുന്നത്. ക്രോണോളജിക്കൽ ഓർഡറിൽ അറേഞ്ച് ചെയ്തിട്ട് നഴ്സസ് സ്റ്റേഷനിൽ അവരത് ഇൻവേഴ്സിൽ വെക്കും, തിരിച്ചു വെക്കും. എന്ന് വെച്ചാൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ളത് മുകളിൽ വരുന്ന രീതിയിൽ അങ്ങനെ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെക്കും. ആ രീതിയിൽ ഡേറ്റിന് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് നമ്മൾ മെഡിക്കൽ റെക്കോർഡുകൾ തയ്യാറാക്കുമ്പോൾ അതിനെയാണ് നമ്മൾ ഇന്റഗ്രേറ്റഡ് മെഡിക്കൽ റെക്കോർഡുകൾ എന്ന് വിളിക്കുക. സോ അറ്റ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് ഏറ്റവും മുകളിൽ വരും. മനസ്സിലായി? മോസ്റ്റ് ഇൻഫോർമേഷൻ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടും അതുപോലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് ഏറ്റവും മുകളിൽ വരികയും ഓൾഡസ്റ്റ് ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് താഴെ പോകുന്ന രീതിയിലും ആയിരിക്കും. അതുകൊണ്ടാണ് അതിനെ ഇൻവേഴ്സ് ക്രോണോളജിക്കൽ
ക്രോണോളജിക്കൽ ഓർഡറിൽ അറേഞ്ച് ചെയ്ത് വെക്കും എന്ന് പറയണേ. അങ്ങനെ മാത്രമല്ല, ആൻഡ് ആഫ്റ്റർ പേഷ്യന്റ് ഡിസ്ചാർജ് ചെയ്ത് പോയി കഴിയുമ്പോൾ വീണ്ടും അത് റീഓർഗനൈസ് ചെയ്ത് റീഅറേഞ്ച് ചെയ്ത് മാറ്റി എവിടെയെങ്കിലും വെക്കും. അങ്ങനെ ഡേറ്റുകൾക്ക് പ്രാധാന്യം കൊടുത്ത് ട്രീറ്റ്മെന്റിനോ പേഷ്യൻസിൽ നിന്ന് കളക്ട് ചെയ്ത ഇൻഫോർമേഷൻസിനോ പ്രാധാന്യം കൊടുക്കുമ്പോൾ അത് സോഴ്സ് ഓറിയന്റഡ് ആകുമെങ്കിൽ ഇവിടെ നമ്മൾ ഡേറ്റ്, ടൈം ഇതിനൊക്കെ പ്രിഫറൻസ് കൊടുത്തുകൊണ്ട് പേഷ്യൻസിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ ക്രോണോളജിക്കൽ ഓർഡറിന്റെ യൂണിവേഴ്സിൽ നമ്മൾ റെക്കോർഡ് ചെയ്ത് സൂക്ഷിച്ച് പേഷ്യന്റ് ഡിസ്ചാർജ് ചെയ്ത് പോയി കഴിയുമ്പോൾ അതിനെ റീഓർഗനൈസ് ചെയ്ത് വെക്കുന്നു. ഇതാണ് നമ്മുടെ ഇന്റഗ്രേറ്റഡ് മെഡിക്കൽ റെക്കോർഡ്സ് എന്ന് പറയുന്നത്. അപ്പൊ രണ്ടെണ്ണമാണ് നമ്മൾ പറഞ്ഞ, സോഴ്സ് ഓറിയന്റഡ് പറഞ്ഞു, ഇന്റഗ്രേറ്റഡ് മെഡിക്കൽ റെക്കോർഡ്സ് പറഞ്ഞു. ഓക്കെ, POMR എന്ന് പറയുന്ന പ്രോബ്ലം ഓറിയന്റഡ് മെഡിക്കൽ റെക്കോർഡ് കുറച്ച് പറകിലുള്ള പേജിലുണ്ട് കേട്ടോ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്, അപ്പൊ നിങ്ങൾ അടയാളപ്പെടുത്തിയല്ലോ, ആ 3 പോയിന്റുകൾ ഇമ്പോർട്ടന്റ് ആണ്. 3 പോയിന്റുകൾ ഇമ്പോർട്ടന്റ് ആണ്. ടൈപ്സ് ഓഫ് ഫോർമാറ്റ് 1, 2, 3 എന്ന് തന്നെ ഞാൻ ഇടാൻ പറഞ്ഞു. മറ്റേതൊന്നും അങ്ങനെ കുത്തായിട്ട് തന്നെ കിടന്നോട്ടെ, മറ്റേതിന് നമ്പർ ഇടണ്ട. 3 ഫോർമാറ്റുകളേ ഉള്ളൂ മെഡിക്കൽ റെക്കോർഡ്സിന്. ഇനിയും വീണ്ടും നിങ്ങളെല്ലാം കൂടി കൂട്ടിക്കുഴച്ച് ക്ലാഷ് ആക്കരുത്. അതില് ആ 3 പോയിന്റ് കഴിഞ്ഞു കിടക്കുന്ന 2 പോയിന്റുകൾ SOMR, സോഴ്സ് ഓറിയന്റഡ് മെഡിക്കൽ റെക്കോർഡ്സിനെ സംബന്ധിക്കുന്നതാണ്. ബാക്കി വരുന്നതെല്ലാം ഇന്റഗ്രേറ്റഡ് മെഡിക്കൽ റെക്കോർഡ്സിനെ സംബന്ധിക്കുന്ന കാര്യമാണ് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, SOMRന്റെ ഫുൾ ഫോം അതും ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഇനി അഡ്വാൻറ്റേജസ്, എന്ത് പ്രത്യേകത അല്ലെങ്കിൽ എന്ത് നേട്ടമാണ് ഇങ്ങനെ സോഴ്സ് ഓറിയന്റഡ് മെഡിക്കൽ റെക്കോർഡുകൾ സൂക്ഷിക്കുന്നത് കൊണ്ട് എന്ത് അഡ്വാൻറ്റേജ് ഉള്ളത്? ഇറ്റ്സ് ഈസി ടു ഡിസൈഡ്. അതായത് ഈ പേഷ്യൻസിനെ സംബന്ധിക്കുന്ന ഇൻഫോർമേഷൻസ് ആണല്ലോ. സോഴ്സ് അതായത് എവിടെ നിന്നൊക്കെ കളക്ട് ചെയ്തോ, ഓരോ ഡോക്ടറെ കൺസൾട്ട് ചെയ്തതോ ഒപിയിൽ നിന്ന് കിടത്തിയ ഡാറ്റയോ അങ്ങനെയൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അസസ്മെന്റിന്, ട്രീറ്റ്മെന്റ് കൊടുക്കാനായിട്ട്, ഒബ്സർവേഷൻസ് ഏത് ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്ന് പ്രൊവൈഡ് ചെയ്തു എന്നുള്ളതൊക്കെ കണ്ടെത്താനായിട്ട് എളുപ്പത്തിൽ സാധിക്കും സോഴ്സ് ഓറിയന്റഡ് മെഡിക്കൽ റെക്കോർഡ്സ് ആണെങ്കിൽ. സോഴ്സ് ഓറിയന്റഡ് മെഡിക്കൽ റെക്കോർഡ്സിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇറ്റ്സ് ഈസി ടു ഡിസൈഡ് ദ അസസ്മെന്റ്. നമുക്ക് രോഗിയെ കുറിച്ചുള്ള അസസ്മെന്റുകൾ നടത്താൻ എളുപ്പമാണ്, ട്രീറ്റ്മെന്റുകൾ പ്രൊവൈഡ് ചെയ്യാൻ എളുപ്പമാണ്. ഒബ്സർവേഷൻസ് അറ്റ് എ പർട്ടിക്കുലർ ഡിപ്പാർട്ട്മെന്റ്, ഓരോ പർട്ടിക്കുലർ ഡിപ്പാർട്ട്മെന്റിലും നടത്തുന്ന ഒബ്സർവേഷൻസ്, ആ പേഷ്യന്റിനെ എന്തൊക്കെ രീതിയിൽ ഒബ്സർവ് ചെയ്ത് ട്രീറ്റ്മെന്റ് ഒക്കെ കൊടുത്തു എന്നുള്ള കാര്യങ്ങളൊക്കെ എളുപ്പത്തിൽ മനസ്സിലാക്കാനായിട്ട് സോഴ്സ് ഓറിയന്റഡ് മെഡിക്കൽ റെക്കോർഡ്സ് ഹെൽപ്പ് ചെയ്യുന്നു. ഓക്കെ, ക്ലിയർ ആയോ? അഡ്വാൻറ്റേജസ് മനസ്സിലായോ? പറയേ, ആരുമില്ല പറയാൻ പറ്റിയവര്? ഓക്കെ, മനസ്സിലാവാത്തവരില്ലല്ലോ. ഓക്കെ, ഡിസഡ്വാൻറ്റേജ് ആണ്. ഇനി അടുത്തത് എന്താ, ഇതുകൊണ്ടുള്ള എന്താ പറയാ ദോഷം എന്താണ്? അതായത് ഇവിടെ എന്താ പറയാ, ഇറ്റ്സ് നോട്ട് പോസിബിൾ ടു റാപ്പിഡ്ലി ഫൈൻഡ് ദ പേഷ്യൻസ് പ്രോബ്ലംസ് ആൻഡ് ട്രീറ്റ്മെന്റ്സ്. അതായത് പേഷ്യന്റിന്റെ പ്രോബ്ലംസും അതുപോലെ തന്നെ പ്രശ്നങ്ങൾ എന്താണ്, അവർക്ക് എന്തൊക്കെ ട്രീറ്റ്മെന്റുകൾ കൊടുത്തു ഫോർ ദ പേഷ്യന്റ് അറ്റ് എ ഗിവൺ ടൈം. അതായത് ഇന്ന ഒരു സമയത്തിന് പ്രാധാന്യം കൊടുക്കാത്തത് കൊണ്ടാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതായത് ഒരു സമയത്തിന് എന്ത് ട്രീറ്റ്മെന്റ് ആണ് ഏത് സമയത്താണ് കൊടുക്കുക, ആ സമയങ്ങൾക്കോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾക്കോ ഒന്നും എന്താ പറയാ അവിടെ പ്രാധാന്യം കൊടുക്കുന്നില്ല. എവിടെ നിന്നാണ് സോഴ്സ് കളക്ട് ചെയ്ത സോഴ്സിനാണ് പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏതൊക്കെ സെക്ഷൻസിൽ എപ്പോഴൊക്കെയാണ് അവർക്ക് വേണ്ട ട്രീറ്റ്മെന്റുകളും മറ്റൊക്കെ പ്രൊവൈഡ് ചെയ്ത് എന്നുള്ളത് മനസ്സിലാക്കാനും അല്ലെങ്കിൽ അതൊക്കെ നമുക്ക് കളക്ട് ചെയ്യാനും ഉള്ള പോരായ്മകൾ ഉള്ളത് എന്താണ്, ഈ ഒരു SOMR, സോഴ്സ് ഓറിയന്റഡ് മെഡിക്കൽ റെക്കോർഡ്സിന്റെ ആ രീതിയിൽ മെഡിക്കൽ റെക്കോർഡ് കളക്ട് ചെയ്ത് വെച്ചാലുള്ള ഒരു ദോഷം എന്നുള്ളത് രീതിയിൽ പറഞ്ഞിരിക്കുന്നതാണ്. ഓക്കെ, അതായത് ട്രീറ്റ്മെന്റ് ഒക്കെ ടൈമിന് ഒരു കൃത്യസമയത്ത് എന്ത് ട്രീറ്റ്മെന്റ് കൊടുത്തു, എന്ത് ഒബ്സർവേഷൻസ് നടത്തി പേഷ്യൻസിൽ, ഇതൊക്കെ വ്യക്തമാക്കി മനസ്സിലാക്കാനായിട്ട് പറ്റുന്നില്ല എന്നുള്ളതാണ് ഇതിന്റെ പോരായ്മ. ഓക്കെ, ദെൻ അടുത്തത് നമ്മൾ പറയാൻ പോകുന്നത് അപ്പൊ SOMR എന്താണ്, അതിന്റെ എക്സ്പ്ലനേഷൻ, അതായത് അതിന്റെ എക്സ്പാൻഡഡ് ഫോം എന്താണെന്ന് പഠിക്കണം. ഏതൊക്കെ രീതിയിലുള്ള ഫോർമാറ്റുകളാണ് മെഡിക്കൽ റെക്കോർഡ്സിലുള്ള 3 രീതിയാണ് SOMR, POMR, ഇന്റഗ്രേറ്റഡ് മെഡിക്കൽ റെക്കോർഡ്സും. പിന്നെ ഞാൻ പറഞ്ഞത് അതിന്റെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും ആണ്, നിങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ മതി. നെക്സ്റ്റ് വൺ POMR. നമ്മുടെ നേരത്തെ പറഞ്ഞു, അവിടെ അതിന്റെ പോയിന്റുകൾ ഉണ്ടായിരുന്നില്ല. POMR എന്ന് പറയുന്നത് പ്രോബ്ലം ഓറിയന്റഡ് മെഡിക്കൽ റെക്കോർഡാണ്. ആദ്യം തന്നെയും ഇൻഡിക്കേറ്റ് ഇവിടെ പ്രോബ്ലം ആണ്, പ്രോബ്ലം തന്നെയാണ്. ഈ ഒരു തിയറി അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഫോർമാറ്റിൽ നമുക്ക് മെഡിക്കൽ റെക്കോർഡ്സ് കീപ്പ് ചെയ്യാമെന്ന് കൊണ്ടുവന്ന ഇൻട്രൊഡ്യൂസ് ചെയ്തത് ലോറൻസ് എൽ വീഡ് ആണ് കേട്ടോ. ലോറൻസ് എൽ വീഡ്, അതൊന്ന് അണ്ടർലൈൻ ചെയ്തേക്ക്. അങ്ങനെ ഒരു വ്യക്തിയുടെ പേര് അവിടെ എടുത്തു പറഞ്ഞതുകൊണ്ട് POMR എന്ന് പറയുന്ന മെഡിക്കൽ റെക്കോർഡ് ഫോർമാറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ആരാണെന്ന് ചോദിച്ചു കണ്ടിട്ടുണ്ട്. ലോറൻസ് എൽ വീഡ്. POMR എന്നും അണ്ടർലൈൻ ചെയ്യാം, ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ലോറൻസ് എൽ വീഡ് എന്നുള്ളതും അണ്ടർലൈൻ ചെയ്യാം. ഓക്കെ, ഇവിടെ ഇതൊരു സിസ്റ്റമാറ്റിക് മെത്തേഡ് ഓഫ് ഡോക്യുമെന്റേഷൻ ആണ്. ദാറ്റ് മീൻസ് ടു റിഫ്ലക്ട് ദ ലോജിക്കൽ തിങ്കിങ് ആസ് ദ പാർട്ട് ഓഫ് ഫിസിഷ്യൻ ആൻഡ് ഓൾസോ കൺട്രോളിംഗ് ദ കെയർ ഓഫ് പേഷ്യന്റ്. അതായത് ഒരു രോഗിയുടെ
കെയറിങ്, ആൾക്ക് കൊടുക്കേണ്ട കെയറിങ്ങിനെ കൺട്രോൾ ചെയ്യുക. മാത്രമല്ല ഈ ഫിസിഷ്യൻസ് അവരുടെ പേഷ്യന്റിന്റെ അവരുടെ മുമ്പിലുള്ള അല്ലെങ്കിൽ അവർക്ക് അസസ് ചെയ്യേണ്ട വിലയിരുത്തേണ്ട പേഷ്യൻസിനെ കുറിച്ചിട്ട് കാര്യങ്ങൾ ചിന്തിക്കുക. അതൊക്കെ റിഫ്ലക്ട് ചെയ്യുന്നത് അതെന്ത് ചെയ്യുക, അവരത് ഡോക്യുമെന്റ് ആയിട്ടൊക്കെ സൂക്ഷിക്കണം. അതൊരു പ്രത്യേക രീതിയിൽ അറേഞ്ച് ചെയ്താണ്. അവർ എന്തൊക്കെയാണ് പേഷ്യൻസിനെ കുറിച്ച് അവർ ധരിച്ചു വെച്ചിട്ടുള്ളത്, അവരെന്തൊക്കെ കണ്ടെത്തലുകൾ നടത്തി. അപ്പൊ പ്രോബ്ലം ആണ്, അതായത് ഇറ്റ്സ് ദ പ്രോബ്ലം ഫേസ്ഡ് ബൈ ദ പേഷ്യൻസ് അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളും ഡോക്യുമെന്റ് ആയിട്ട് ഇങ്ങനെ സിസ്റ്റമാറ്റിക് ഓർഡറിൽ അതൊക്കെ ക്രിയേറ്റ് ചെയ്ത് അതിന്റെ കൺട്രോളും ആ കെയറിങ്ങിന്റെ കൺട്രോളും ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു രീതി, അതെല്ലാം കൂടി റെക്കോർഡ് ചെയ്ത് ഡോക്യുമെന്റ് ആയിട്ട് വെക്കുന്ന ഒരു മെത്തേഡാണ് പ്രോബ്ലം ഓറിയന്റഡ്. അപ്പൊ പ്രോബ്ലം ആണ് കേട്ടോ, പ്രോബ്ലം ഓഫ് ദ ഫിസിഷ്യൻ ആണ്. ഇനി ഫിസിഷ്യൻ ഹാസ് ടു എക്സ്പ്ലെയിൻ, അതായത് ഓരോ ക്ലിനിക്കൽ പ്രോബ്ലംസും ഓരോ പേഷ്യൻസിനെ ഇൻഡിവിജ്വൽ ആയിട്ട് അവര് എന്താ പറയാ ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ് ആൻഡ് ഓൾസോ ദെയർ സൊല്യൂഷൻസ് ഫോർ ദാറ്റ് പ്രോബ്ലംസ്. ആ പേഷ്യന്റ് അഭിമുഖീകരിക്കുന്ന പ്രശ്നത്തിന് എന്ത് സൊല്യൂഷൻ ആണ് തന്റെ കയ്യിലുള്ളത്, അതെല്ലാം ഈ പറയുന്ന ഡോക്യുമെന്റിൽ ഫിസിഷ്യൻ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കും. അതുകൊണ്ട് ആ ഡോക്യുമെന്റുകൾ അങ്ങനെ റെക്കോർഡ് ചെയ്ത് വെക്കുന്നത് കൊണ്ട് അതിന് നമ്മൾ എന്ത് വിളിക്കും, പ്രോബ്ലം ഓറിയന്റഡ് മെഡിക്കൽ റെക്കോർഡ്സ്. Problems faced by the patients and also the solutions which is explained by the physician. പേഷ്യൻസിന് വരുന്ന പ്രശ്നങ്ങളും ആ പ്രശ്നങ്ങളെ എങ്ങനെയാണ് ഫിസിഷ്യൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നതും അതൊക്കെ സിസ്റ്റമാറ്റിക് ഓർഡറിൽ അറേഞ്ച് ചെയ്ത് ഡോക്യുമെന്റ് ആയിട്ട് വെക്കുക. That's called the problem oriented medical record, which was introduced by Lawrence L. Weed. Clear ആയോ എന്താണെന്ന് മനസ്സിലായോ? മനസ്സിലായില്ലെങ്കിൽ പറയണം, അല്ലെങ്കിൽ അടുത്തതിലേക്ക് പോകും. യെസ്, അടുത്തതിലേക്ക് പോവുകയാണ്. അപ്പൊ അടുത്തത് ഇനി നമ്മൾ POMRന്റെ പ്രോബ്ലം ഓറിയന്റഡ് മെഡിക്കൽ റെക്കോർഡുകൾക്ക് കുറച്ച് കൂടുതൽ എക്സ്പ്ലനേഷൻസ് പല ഭാഗങ്ങളിലും ഉള്ളത് കൊണ്ടാണ് അത് അവിടെ വെക്കാണ്ട് ഇവിടെ ബാക്കി പുറത്ത് കൊണ്ടുപോയി എഴുതിയത് കേട്ടോ. അപ്പൊ ബേസിക് പാർട്സ് ഓഫ് പ്രോബ്ലം ഓറിയന്റഡ് മെഡിക്കൽ റെക്കോർഡ്. പ്രോബ്ലം ഓറിയന്റഡ് മെഡിക്കൽ റെക്കോർഡുകൾക്ക് പ്രധാനമായിട്ടും 4 ഭാഗങ്ങളുണ്ട്, 4 പാർട്സ് ഉണ്ട്. ആ 4 പാർട്സ് ഒന്ന് ടിക്ക് ചെയ്ത് വെച്ചിട്ട് ബാക്കിയിട്ട് നിങ്ങളൊന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. ഡാറ്റാബേസ്, പ്രോബ്ലം ലിസ്റ്റ്, ഇനീഷ്യൽ പ്ലാൻസ് ആൻഡ് പ്രോഗ്രസ് നോട്ട്സ്. ഓക്കെ, ഡാറ്റാബേസ്, പ്രോബ്ലം ലിസ്റ്റ്, ഇനീഷ്യൽ പ്ലാൻസ് ആൻഡ് പ്രോഗ്രാം നോട്ട്സ്, ഇതൊക്കെയാണ് ബേസിക് പാർട്സ് ഓഫ് പ്രോബ്ലം ഓറിയന്റഡ് മെഡിക്കൽ റെക്കോർഡ്. 4 ഭാഗങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇവിടെ എന്താണ് ഓരോന്നൊന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഏതാണ്? ഡാറ്റാബേസ് ആണ് ആദ്യം. അതായത് there should be a minimum set of data regarding a patient. എപ്പോഴും നമ്മൾ പേഷ്യന്റ് ഹോസ്പിറ്റലിൽ വരുമ്പോൾ ആ പേഷ്യന്റിനെ സംബന്ധിക്കുന്ന ഒരു മിനിമം ഡാറ്റ നമ്മൾ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും അല്ലെ. അതാണ് ഡാറ്റാബേസ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പറയുന്ന പേഷ്യൻസിന് എന്ത് കൊടുക്കുന്നത്, ചികിത്സ കൊടുക്കുന്നത്. ഒന്നും കേൾക്കാതെയും കാണാതെയും ഇവിടെ വന്നിരുന്ന് വേഗം കയറി കിടന്നോ, അല്ലെങ്കിൽ അവരെ കുറിച്ച് അവരെന്താണ് പറയേണ്ടതെന്ന് കേൾക്കാതെ വേഗം തന്നെ വന്നിരിക്കുന്ന പേഷ്യന്റ് മുമ്പിലിരിക്കുന്ന പേഷ്യന്റിന് മുഖത്ത് നോക്കി നമുക്ക് മരുന്ന് കുറിച്ച് കൊടുക്കാനൊന്നും പറ്റില്ലല്ലോ. അപ്പൊ ഇറ്റ്സ് ദ മിനിമം സെറ്റ് ഓഫ് ഡാറ്റ. അതായത് ഡാറ്റാ ബേസ് എന്ന് പറയുമ്പോൾ ബേസ് ആണ്. ബേസ് എന്ന് പറയുമ്പോൾ എന്താ, അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നം, ആ മുന്നിലിരിക്കുന്ന രോഗിയുടെ അടിസ്ഥാനപരമായ പ്രശ്നം എന്താണെന്നെങ്കിൽ നമ്മളത് മര്യാദയ്ക്ക് കേൾക്കണം, മനസ്സിലാക്കണം. അതിനകത്ത് ആ പേഷ്യന്റിന്റെ ചീഫ് കംപ്ലൈന്റ് എന്താണ്, പ്രധാനമായിട്ടുള്ള അയാളുടെ പ്രശ്നം എന്താണ്, ഇപ്പോഴത്തെ പ്രസന്റ് ഇൽനെസ് എന്താണ്, പേഷ്യന്റിന്റെ പ്രൊഫൈൽ മീൻസ് ആളുടെ പേരും മറ്റു കാര്യങ്ങളൊക്കെ, മാത്രമല്ല സോഷ്യൽ ഡാറ്റാസ്, അദ്ദേഹത്തെ സംബന്ധിക്കുന്ന മറ്റേതെങ്കിലും തരത്തിലുള്ള ഇൻഫർമേഷൻസ് വേണമെങ്കിൽ അത് കളക്ട് ചെയ്യണം. പാസ്റ്റ് ഹിസ്റ്ററി കളക്ട് ചെയ്യണം. പാസ്റ്റ് ഹിസ്റ്ററി എന്ന് പറയുമ്പോൾ ലൈഫിന്റെ അല്ല, അദ്ദേഹത്തിന് രോഗങ്ങളുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന പലതും ചിലപ്പോൾ പാസ്റ്റ് ഹിസ്റ്ററിയിൽ നിന്നൊക്കെ എടുക്കാൻ പറ്റും. അതുകൊണ്ടാണ്. പിന്നെ അദ്ദേഹത്തിന്റെ അതിനെ കുറിച്ചിട്ടുള്ള റിവ്യൂ ഓഫ് ദി സിസ്റ്റം, ROF നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഫിസിക്കൽ എക്സാമിനേഷൻസ് ലാബിലോ മറ്റ് ഏതെങ്കിലും രീതിയിലുള്ള ടെസ്റ്റുകളൊക്കെ നടത്തിയതിന്റെയോ ഇതിന്റെയൊക്കെ കണ്ടന്റുകളെല്ലാം തന്നെ ഈ ഡാറ്റാബേസിൽ ഉണ്ടായിരിക്കും. മിനിമം സെറ്റ് ഓഫ് ഡാറ്റ വിച്ച് ഈസ് കളക്ടഡ് ഫ്രം ദ പേഷ്യന്റ്. അതിനകത്ത് വരുന്നതാണ് ഈ പറഞ്ഞ ചീഫ് കംപ്ലൈന്റ്, പ്രസന്റ് ഇൽനെസ്, പേഷ്യന്റ് പ്രൊഫൈൽ, സോഷ്യൽ ഡാറ്റ, പാസ്റ്റ് ഹിസ്റ്ററി, റിവ്യൂ ഓഫ് സിസ്റ്റം, ഫിസിക്കൽ എക്സാമിനേഷൻസ് ആൻഡ് ഓൾസോ ബേസ് ലൈൻ ലബോറട്ടറി ഡാറ്റ. ബേസ് ലൈൻ ലബോറട്ടറി ഡാറ്റ എന്ന് പറയുമ്പോൾ ഇയാളുടെ രോഗത്തെ നിർണ്ണയിക്കാൻ വേണ്ടിയിട്ട് ലാബിൽ എന്തെങ്കിലും എന്താ പറയാ അടിസ്ഥാനപരമായിട്ടുള്ള വല്ല ടെസ്റ്റുകളൊക്കെ നടത്തിയിട്ടുണ്ടോ, അതാണ് ഉദ്ദേശിക്കുന്നത്. ഇതാണ് POMR അല്ലെങ്കിൽ പ്രോബ്ലം ഓറിയന്റഡ് മെഡിക്കൽ റെക്കോർഡ്സിന്റെ ഫസ്റ്റ് പാർട്ടായ ഡാറ്റാബേസ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഓക്കെ, നെക്സ്റ്റ് വൺ പ്രോബ്ലം ലിസ്റ്റ് ആണ്. പ്രോബ്ലം ലിസ്റ്റ് ആണ്. ഇവിടെ ഇച്ചിരി പ്രോബ്ലം തന്നെയാണ്, അതുകൊണ്ടാണ് കുറച്ച് കൂടുതലായിട്ട് കിടക്കുന്നത്. എന്താണ്? അതായത് അത് ഏറ്റവും ഫ്രണ്ടില് ഇപ്പൊ ഒരു പ്രോബ്ലം ഓറിയന്റഡ് മെഡിക്കൽ റെക്കോർഡിന്റെ ഏറ്റവും മുന്നിലത്തെ ഫോമില്
പ്രോബ്ലം തന്നെയായിരിക്കും ഉണ്ടായിരിക്കേണ്ടത്. എന്ന് വെച്ചാൽ പേഷ്യന്റിനെ സംബന്ധിക്കുന്ന പ്രോബ്ലം തന്നെയാണ് അത് ഫസ്റ്റ് ഭാഗത്ത് ഫ്രണ്ടിൽ തന്നെ ആ റെക്കോർഡ്സിന്റെ വെച്ചിരിക്കണം, കണ്ടെയ്ൻ ചെയ്തിരിക്കണം എന്നാണ് പറയുന്നത്. ഇറ്റ് ഈസ് കണ്ടെയ്ൻഡ് ഓൺ ദ ഫോം പ്ലേസ്ഡ് ഇൻ ദ ഫ്രണ്ട് ഓഫ് ദ റെക്കോർഡ് എന്ന് പറഞ്ഞാൽ റെക്കോർഡിന്റെ മുന്നിൽ തന്നെ അത് പ്ലേസ് ചെയ്തിരിക്കണം. ഇനി ഈ പ്രോബ്ലംസ് ദാറ്റ് ഈസ് ഫേസ്ഡ്, അതായത് നമ്മളുടെ പേഷ്യന്റിന് വരുന്ന പ്രോബ്ലംസ് നമ്മൾ നോക്കുമ്പോൾ ആൾക്കുടെ ഡയഗ്നോസ്റ്റിക് വർക്കപ്പ്, പിന്നെ മെഡിക്കൽ, സോഷ്യൽ, ഇക്കണോമിക്, ഡെമോഗ്രാഫിക് പ്രോബ്ലംസ് മാത്രമല്ല ഇപ്പോഴുള്ളതും നേരത്തെ ഉള്ളതും പാസ്റ്റ് പ്രസന്റും ഒക്കെ ഉള്ള ഡീറ്റെയിൽസ് ഒക്കെ കളക്ട് ചെയ്യുന്നതെല്ലാം ഈ പ്രോബ്ലംസിനകത്ത് പെടുന്നതാണ്. എന്തൊക്കെയാണോ അതൊക്കെ ഇതിനകത്ത് വരും. മാത്രമല്ല ഫിസിഷ്യൻസ് അപ്രിഹെൻഷൻ ഓഫ് എ പർട്ടിക്കുലർ പ്രോബ്ലം, ആ പ്രോബ്ലംസിൽ അതായത് നമ്മുടെ പേഷ്യന്റിൽ കണ്ടെത്തിയിരിക്കുന്ന പ്രശ്നങ്ങളിലും അതെങ്ങനെ സോൾവ് ചെയ്യാം എന്നുള്ള ആ ഒരു എന്താ പറയാ ഒരു ചിന്തയിലെ ഒരു ഉൾഭയം പോലെ, അതായത് ഇത് എങ്ങനെ നമുക്ക് ഒരു ഭയം എന്ന് മാത്രം പറയാൻ പറ്റില്ല. ഇവിടെ അപ്രിഹെൻഷൻ എന്ന് പറയുന്നതിന്റെ മീനിങ് ഭയം എന്നാണ്. പക്ഷെ അതല്ല ഉദ്ദേശിക്കുന്നത് ഹൗ ക്യാൻ ഐ ക്യൂർ ദിസ് ഡിസീസ്, ഈ ഒരു പേഷ്യന്റിന്റെ പ്രോബ്ലം എനിക്ക് അതെങ്ങനെ ഹീൽ ചെയ്യാം, എനിക്ക് ക്യൂർ ചെയ്യാം എന്നുള്ള ഒരു ആശങ്കയില്ല. ആ ആശങ്കയാണ് ഉദ്ദേശിച്ചത് കേട്ടോ. അപ്പൊ ഫിസിഷ്യൻസ് എന്ത് അഫർമേഷൻ ആണ് ഈ ഒരു പ്രോബ്ലത്തിന് എടുക്കുന്നത്, അല്ലെങ്കിൽ എന്ത് തീരുമാനം എടുക്കണം. ഒരു രോഗി മുമ്പിൽ വന്നിരിക്കുമ്പോൾ അതിനപ്പൊ തന്നെ ഈ എന്താ പറയാ നമ്മുടെ എന്താ പറയാ ക്യാപ്സ്യൂള് പോലെ എടുത്തു കൊടുക്കാൻ പറ്റുന്ന എല്ലാത്തിനും മരുന്നുകളില്ല. പല പല രോഗങ്ങളുടെയും ലക്ഷണങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ഇവർ പറയുന്നത് കേൾക്കുമ്പോൾ ഇത് എന്തിന്റെയാണ്, ഇത് നേരത്തെ ഇങ്ങനെ ഒരു കണ്ടെത്തിയിട്ടില്ല. കാരണം ഇന്നത്തെ രോഗങ്ങളൊക്കെ അങ്ങനെയാണ് അല്ലെ. എന്തെങ്കിലും ഒരു എന്താ പറയാ ഹിയർഡിറ്ററി പോലെ ഇങ്ങനെ പാസ്റ്റ് ഒരുപാട് പേരിൽ കണ്ടതോ കേട്ടതോ ആയിട്ടുള്ള രോഗങ്ങളല്ല ഇപ്പൊ മിക്ക പേഷ്യൻസും വന്ന് പറയുമ്പോ പല പല രീതിയിലുള്ള സിംറ്റംസ് ആണ് ഓരോരുത്തരും പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അപ്പൊ തന്നെ അങ്ങോട്ട് എടുത്തു കൊടുക്കാൻ പറ്റിയ മരുന്നുകളൊന്നും അവരുടെ കയ്യിലുണ്ടാവില്ല. സോ ദേ ഹാവ് ടു തിങ്ക് അബൌട്ട് ഇറ്റ്. അവർക്ക് അതിനെ കുറിച്ച് ആലോചിക്കണം. അപ്പൊ അവർ എന്ത് സൊല്യൂഷൻസ് എടുക്കണം, അതിന് കുറച്ച് സമയമൊക്കെ എടുക്കും ചിലപ്പോ അല്ലെ. അപ്പൊ ചിലപ്പോ താൽക്കാലികമായിട്ടുള്ള ചില മരുന്ന് കൊടുക്കും. കുറച്ച് ക്രിട്ടിക്കൽ സ്റ്റേജിൽ കുറച്ച് സീരിയസ് ആയിട്ടുള്ള ഇൽനെസ്സുമായിട്ടാണ് വരുന്നതെങ്കിൽ അത്തരം പേഷ്യൻസിനോട് 1-2 ദിവസത്തേക്ക് ഒന്ന് അടുപ്പിക്കാമെന്ന് പറയും അല്ലെ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ആ ഒരു പർട്ടിക്കുലർ പ്രോബ്ലം വരുമ്പോ അതിനെങ്ങനെ നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നതിനെ കുറിച്ചിട്ടുള്ള ആശങ്കയൊക്കെ ഫിസിഷ്യൻസിന് ഉണ്ടായിരിക്കും. അതൊക്കെ ആ പ്രോബ്ലത്തിൽ പെടും. എല്ലാം പ്രോബ്ലം തന്നെയാണ്, മൊത്തം പ്രോബ്ലത്തിന്റെ ലിസ്റ്റ് ആയിരിക്കും. പ്രോബ്ലം ലിസ്റ്റ് മേ കണ്ടെയ്ൻ സ്റ്റേറ്റ്മെന്റ് ഓഫ് അബ്നോർമൽ ഫൈൻഡിങ്. ഇനി മാത്രമല്ല ഈ പേഷ്യന്റിനെ ചികിത്സിച്ചൊക്കെ തുടങ്ങി ആളിൽ കണ്ടെത്തിയ ഈ ആള് വന്നേക്കുന്നത് ഏതെങ്കിലും ഒരു രോഗം പറയാം. പക്ഷെ കണ്ടെത്തലുകളിൽ വേറെയും ഫൈൻഡിങ്സ് ഉണ്ട്. വേറെ ഇന്ന രോഗമായിട്ടാണ് ആള് വന്നത്, പക്ഷെ നമ്മൾ മറ്റു കാര്യങ്ങളും ഈ പേഷ്യന്റിൽ കണ്ടെത്തിയിരിക്കുന്നു അബ്നോർമൽ ആയിട്ടുള്ളത്. പിന്നെ ഫിസിയോളജിക് ഡിറ്റക്ഷൻ മാത്രമല്ല ഫിസിക്കൽ ആയിട്ടുള്ള മറ്റേതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത്, സ്പെഷ്യൽ ആയിട്ട് ഏതെങ്കിലും ഡയഗ്നോസിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത്, ഇതിൽ നിന്നെല്ലാം ഇദ്ദേഹം കണ്ടെത്തിയ പ്രധാനപ്പെട്ട ഫൈൻഡിങ്സ് അതും ഈ പ്രോബ്ലം ലിസ്റ്റിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും. ആൻഡ് ഓൾസോ അഡീഷൻസ് ആൻഡ് ചേഞ്ചസ്. ഈ ലിസ്റ്റില് പുതിയതായിട്ട് ചിലപ്പോൾ ആഡ് ചെയ്യേണ്ടതായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം, പുതിയ പുതിയ പ്രശ്നങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ. ആൻഡ് ഓൾസോ ഉള്ള പ്രോബ്ലംസ് ചിലപ്പോൾ സോൾവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വഴി നമുക്കത് ഡിലീറ്റ് ചെയ്ത് കളയുകയും ചെയ്യാം അല്ലെ. ഇനി മാത്രമല്ല ഇപ്പൊ ആക്റ്റീവ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതും സോൾവ് ചെയ്തതും സോൾവ് ചെയ്യാത്തതും നേരത്തെ കഴിഞ്ഞു പോയതും ഒക്കെ വേണമെങ്കിൽ നമുക്ക് ഈ ലിസ്റ്റിൽ നിന്ന് ആഡ് ചെയ്യുകയോ ഇല്ലാതാക്കുകയോ ഒക്കെ ചേഞ്ചസ് ഒക്കെ വരുത്താനും പറ്റും പ്രോബ്ലം ലിസ്റ്റിൽ. ആൻഡ് പ്രോബ്ലംസ് ആർ മാർക്ക്ഡ് ആൻഡ് ഓൾസോ ഡ്രോപ്ഡ് ആർ ഡിസോൾവ്ഡ്. പ്രോബ്ലം ഒക്കെ കറക്റ്റ് ആയിട്ട് മാർക്ക് ചെയ്യണം, അത് തീർക്കുന്നതൊക്കെ ഡ്രോപ്പ് ചെയ്യണം. മാത്രമല്ല അതൊക്കെ അറ്റൻഡ് ചെയ്യുകയും വേണം. എല്ലാ പ്രോബ്ലംസ് എന്തൊക്കെ പ്രോബ്ലംസ് പേഷ്യൻസിൽ കണ്ടെത്തിയിട്ടുണ്ടോ അതെല്ലാം തന്നെ ഇതിപ്പോ എന്റെ അടുത്ത് വന്ന രോഗത്തിന് മാത്രമേ ഞാൻ ചികിത്സിക്കുള്ളൂ. ഇനി കണ്ടെത്തിയതിന് നമുക്ക് അതിന് ബാധ്യതയില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് എന്ത് പ്രോബ്ലംസ് ഉണ്ടെങ്കിലും അതൊക്കെ സോൾവ് ചെയ്യേണ്ടത് ഫിസിഷ്യൻസിന്റെ കടമയാണ്. അപ്പൊ ഫിസിഷ്യൻസ് ഫേസ് ചെയ്യുന്ന പേഷ്യൻസിൽ നിന്ന് ഫേസ് ചെയ്യുന്ന കാര്യങ്ങളും അവരവരുടെ മെഡിക്കൽ റെക്കോർഡ്സിൽ എഴുതി വയ്ക്കും. അപ്പൊ അങ്ങനെ എല്ലാ പ്രോബ്ലംസും പേഷ്യൻസിന്റേതും ആൻഡ് ഓൾസോ അതിന് പേഷ്യന്റിൽ നിന്ന് നമുക്കുണ്ടാകുന്ന ആ ഒരു പ്രോബ്ലംസ് ഉണ്ടാവുമല്ലോ, ഫിസിഷ്യൻ അതിനെ ട്രീറ്റ് ചെയ്യുന്ന ആളുകൾക്കും ഉണ്ടാകുന്ന ചില പ്രോബ്ലംസും ഇതൊക്കെ ഇതിനകത്ത് ലിസ്റ്റ് ചെയ്തിരിക്കും എന്നാണ് പ്രോബ്ലം ലിസ്റ്റിന്റെ പ്രത്യേകത. ആ ലിസ്റ്റിൽ ഇതെല്ലാം പെടും. അല്ലാതെ പേഷ്യന്റിന്റെ രോഗവിവരങ്ങൾ മാത്രമല്ല പ്രോബ്ലം ലിസ്റ്റിൽ വരിക എന്നാണ് ഉദ്ദേശിച്ചത്. ക്ലിയർ ആയോ? ആ പോയിന്റുകളൊക്കെ മനസ്സിലായോ? ക്ലിയർ ആണോ? എല്ലാവരും യെസ്. ഓക്കെ, ഇതൊക്കെ നിങ്ങൾ വായിച്ച് മനസ്സിലാക്കി വെച്ചാൽ മതി. നെക്സ്റ്റ് വൺ എന്താ? ഇനീഷ്യൽ പ്ലാൻസ് ആണ്. ഇനി എന്താ പറയാ ഇനീഷ്യൽ പ്ലാൻ എന്ന് പറയുമ്പോൾ ഒരു രോഗി തന്റെ മുന്നിൽ വന്നു കഴിഞ്ഞാൽ
ആദ്യമായിട്ട് പ്രോബ്ലം ഒക്കെ കേട്ട് പ്രോബ്ലം ഒക്കെ മനസ്സിലാക്കിയിട്ട് അവിടെ കഴിഞ്ഞിട്ട് നോക്കിയിരിക്കുകയാണോ? ബാക്കി മറ്റ് അതിന് വേണ്ടിയിട്ടുള്ള സ്റ്റെപ്സുകൾ എടുക്കണം. ഇറ്റ് എക്സ്പ്ലെയിൻസ് വാട്ട് വിൽ ബി ഡൺ. അതായത് ഈ പേഷ്യന്റിനെ കുറിച്ച്, പേഷ്യന്റിന്റെ കണ്ടീഷൻസിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി എന്ത് ചെയ്യണം, അതിനുള്ള പ്ലാനിങ് തയ്യാറാക്കണം. അല്ലെ, രോഗം ഇങ്ങനെയൊക്കെയാണ് പുള്ളി പറഞ്ഞത്. അപ്പൊ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഇന്ന രോഗമാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അതിന് അവർക്ക് ഒരു ഡിസിഷൻ എടുക്കണമെങ്കിൽ ഇറ്റ് വിൽ ഒരു കുറച്ച് സമയമൊക്കെ ചിലപ്പോ എടുക്കുമായിരിക്കാം. ചിലപ്പോൾ അരമണിക്കൂർ എടുക്കാം, ചിലപ്പോൾ 1 മണിക്കൂർ എടുക്കാം. ചിലപ്പോൾ സാഹചര്യങ്ങളുമായിട്ട് പേഷ്യൻസ് വരുമ്പോൾ ചിലപ്പോൾ സർജറി ഇല്ലാണ്ട് ചെയ്യാൻ പറ്റുമോ, അങ്ങനെയൊക്കെ ചിന്തിക്കേണ്ടി വരും അല്ലെ. അപ്പൊ അവർക്ക് ദേ ഹാവ് ടു പ്ലാൻ. അത് നല്ലൊരു പ്ലാനിങ്. നേരത്തെ കൂട്ടി പ്ലാൻ ചെയ്ത് വെച്ചുകൂടായിരുന്നോ? ഞാൻ വരുന്ന ഡോക്ടർക്ക് അറിയില്ല എന്നൊക്കെ നമുക്ക് ചോദിക്കാൻ പറ്റുമോ? പറ്റുന്ന കാര്യമല്ല അത്. പേഷ്യന്റ് വന്ന് പേഷ്യന്റിന്റെ പ്രോബ്ലംസ് ഡോക്ടേഴ്സിനോട് പറയുമ്പോഴാണ് അവർക്ക് ഫെമിലിയർ ആയിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ ഞാൻ ഇന്ന സിംറ്റംസ് ഒക്കെയാണ് വന്നേക്കണേ, അപ്പൊ ഓക്കെ അത് ഇന്നതാണ് എന്നവർക്ക് കൺക്ലൂഡ് ചെയ്യാം. പക്ഷെ അങ്ങനെ അല്ലാത്ത സിറ്റുവേഷൻ ഇന്ന് ഒരുപാട് വരുന്നുണ്ട് ഡോക്ടേഴ്സിന് മുമ്പിൽ. അപ്പൊ അന്നേരമൊക്കെ അവർ പകച്ചു നിൽക്കുകയായിരിക്കും. കാരണം എന്താ, ഇങ്ങനെ ഒരു അസുഖങ്ങളോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരു സിംറ്റംസോ ആയിട്ട് നമുക്ക് ചിലപ്പോൾ ആദ്യമായിട്ട് എനിക്ക് ഫേസ് ചെയ്യേണ്ടി വരും. അപ്പം ദേ ഹാവ് ടു ഡിസൈഡ് അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച്, പേഷ്യന്റിന്റെ കണ്ടീഷൻസ് കേട്ട് കഴിയുമ്പോൾ എന്താണ് ചെയ്യേണ്ടേ എന്നുള്ള കാര്യങ്ങളെ കുറിച്ച് പഠിക്കണം. അതിന്റെ ട്രീറ്റ്മെന്റിനെ കുറിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കണം. ആൻഡ് ഓൾസോ ദേ ഹാവ് ടു ഇൻസ്ട്രക്ട് ദ പേഷ്യൻസ് അബൌട്ട് ദെയർ കണ്ടീഷൻസ്. മാത്രമല്ല പേഷ്യൻസിന് നിങ്ങൾക്ക് ഇന്നതാണ് എന്നുള്ള കാര്യം, അവസ്ഥകളെ കുറിച്ച് അവർക്കും കുറച്ച് ഇൻസ്ട്രക്ഷൻസ് പ്രൊവൈഡ് ചെയ്യും. അതാണ് ആദ്യം ചെയ്യേണ്ട ഇനീഷ്യൽ പ്ലാൻ. രോഗത്തെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ ആദ്യം തന്നെ പ്ലാൻ ചെയ്യണം. എന്തൊക്കെ പ്ലാൻ ചെയ്യേണ്ടത്? എന്ത് ട്രീറ്റ്മെന്റ് കൊടുക്കണം, എന്താണ് ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ്, ഞാൻ എന്താണ് അടുത്ത കാലുകൾക്ക് നടത്തണ്ടേ എന്നുള്ള കാര്യങ്ങളൊക്കെ ചിന്തിച്ച്, മാത്രമല്ല ഇത് അന്ന് തോന്നുന്നു അല്ലെങ്കിൽ ഇതാണ് ഐ ഡൗട്ട്, എനിക്കുള്ള സംശയം ഇതാണ്, ചിലപ്പോ ഇങ്ങനെയാകാം, നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞുകൊണ്ട് ആ ഇൻസ്ട്രക്ഷൻസ് ഡോക്ടർ രോഗിയുമായിട്ട് ബന്ധപ്പെട്ടവരായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക എന്നതാണ്. ഇനി അങ്ങനെ വരുമ്പോൾ ഉണ്ടാകുന്ന കണ്ടീഷൻസ് ഡൗട്ടഡ്, ദാറ്റ് മീൻസ് എന്തെങ്കിലും പ്രശ്നം കണ്ടെത്തിയപ്പോ അതിന്റെ സംശയം വെച്ചിട്ട് ആൾക്ക് ആ സംശയം ചിലപ്പോ നമ്മൾ നേരത്തെ പറഞ്ഞതുമായിട്ട് ബന്ധപ്പെട്ടത് തന്നെയായിരിക്കാം, ചിലപ്പോ അതല്ലായിരിക്കാം. നമ്മൾ റൂൾഡ് ഔട്ട് ഓർ നോട്ട് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ നേരത്തെ മനസ്സിലാക്കിയ നമ്മൾ പ്ലാൻ ചെയ്ത കാര്യമായിട്ടോ ചിലപ്പോ ഇന്നതാണ് അസുഖം അപ്പോൾ തീരുമാനിച്ചതായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ അതല്ലായിരിക്കാം. എന്ത് വേണമെങ്കിലും ആകാം, നമ്മൾ മനസ്സിലാക്കിയതുപോലെ ആകാം, അല്ലാതെയും ആകാം. അതാണെങ്കിലും നമ്മൾ നോട്ട് ചെയ്ത് വെക്കാം. ഞാൻ ഉദ്ദേശിച്ച രോഗമല്ല, സോ അത് നമ്മൾ നോട്ട് ചെയ്തു, അത് ഞാൻ നേരത്തെ ഉദ്ദേശിച്ച കാര്യം തന്നെയാണ്, അത് നോട്ട് ചെയ്യാം. ഓക്കെ, അതൊക്കെ ഇനീഷ്യൽ പ്ലാനിൽ പെട്ട കാര്യമാണ്. ആൻഡ് ഓൾസോ ഫോർ ഈച്ച് പ്രോബ്ലം ദേ ഹാവ് ടു മേക്ക് ദ സ്പെസിഫിക് പ്ലാൻസ്. ഓരോ പ്രശ്നങ്ങൾക്കും, രോഗിയിൽ കാണുന്ന ഓരോ പ്രശ്നങ്ങൾക്കും അത് കൂടുതൽ കാര്യങ്ങൾ പ്ലാൻ ചെയ്യേണ്ടി വരും. കൂടാതെ ആ പ്ലാൻ ചെയ്ത കാര്യങ്ങൾ, ഓരോ പ്രശ്നങ്ങളെ നമ്മളിങ്ങനെ കാറ്റഗറൈസ് ചെയ്ത് വേർതിരിച്ച് അതിനെക്കുറിച്ച് കൂടുതൽ ഇൻഫർമേഷൻസ് ദേ ഹാവ് ടു കളക്ട് ആഫ്റ്റർ ദ ഡയഗ്നോസിസ്. ഇത് എന്തെങ്കിലും തരത്തിലുള്ള ടെസ്റ്റ് ഒക്കെ നടത്തി അതിനെക്കുറിച്ച് കൂടുതൽ ഇൻഫർമേഷൻസ് അവര് കണ്ടെത്തേണ്ടി വരും. ആ കണ്ടെത്തി അതൊക്കെ കാറ്റഗറൈസ് ചെയ്ത് വെക്കുക. കാറ്റഗറൈസ് ചെയ്ത് വെക്കാന്ന് പറഞ്ഞാൽ തരംതിരിച്ച് വെക്കുക, എല്ലാവരും ഇത് കൂട്ടി കുറയ്ക്കാതെ. ഓക്കെ, ഈ തെറാപ്പീസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിനെ കുറിച്ചിട്ട്, അതായത് സ്പെഷ്യൽ ആയിട്ടുള്ള ചില ഡ്രഗ്സ് അല്ലെങ്കിൽ പ്രൊസീജിയേഴ്സ് അങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഈ ഇനീഷ്യൽ പ്ലാൻസിൽ വരുന്നതാണ്. ആൻഡ് ഓൾസോ ഫൈനലി പേഷ്യന്റ് എഡ്യൂക്കേഷൻ. പേഷ്യന്റിനെ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ, പ്രോബ്ലംസ് ഒക്കെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞിട്ട് ആളെ അത് പറഞ്ഞ് മനസ്സിലാക്കിക്കേണ്ട ഒരു കാര്യവും കൂടി ഇനീഷ്യൽ പ്ലാനിൽ വരുന്നുണ്ട്. അതും നമ്മളുടെ POMR പ്രോബ്ലംസ് ആണ്. അപ്പൊ പ്രോബ്ലംസ് കണ്ടെത്തി കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് അവരെ അറിയിക്കുക എന്നുള്ളതും ഡോക്ടേഴ്സിന്റെ അല്ലെങ്കിൽ ഹോസ്പിറ്റൽസിന്റെ ഉത്തരവാദിത്വത്തിൽ പെട്ടതാണ്. ഒളിച്ചു വെച്ചിട്ട് കാര്യമില്ല, കാരണം അവരും അറിയണം. അവരോ തീരെ വയ്യാതെ നടക്കുന്നവരിപ്പോ അറിയണമെന്നില്ല, അവരുടെ റിലേറ്റീവ്സ് ആരെയാണോ നമ്മൾ അറിയിക്കേണ്ടത് അങ്ങനെ അറിയിക്കണം. അപ്പൊ ഇതെല്ലാം പ്രോബ്ലംസിന്റെ എന്താ പറയാ കാറ്റഗറിയിൽ പെട്ടതാണ്, അതിന്റെ പാർട്ടിൽ പെട്ടതാണ് ഇനീഷ്യൽ പ്ലാൻ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ആൻഡ് നെക്സ്റ്റ് വൺ, അപ്പൊ നമ്മൾ 4 ഭാഗങ്ങളായിട്ടാണ് നമ്മുടെ POMR പ്രോബ്ലം ഓറിയന്റഡ് മെഡിക്കൽ റെക്കോർഡ്സിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്ന 4 പാർട്ടാണ്. ഡാറ്റാബേസ്, പ്രോബ്ലം ലിസ്റ്റ്, ഇനീഷ്യൽ പ്ലാൻ. നമ്മൾ പറഞ്ഞല്ലോ ഏതാത് പ്രോഗ്രസ് നോട്ട്. നമ്മൾ നേരത്തെ ഒരു പ്രോഗ്രസ് നോട്ട് കഴിഞ്ഞു അല്ലെ, ഫിസിഷ്യൻസ് പ്രോഗ്രസ് നോട്ട് നമ്മൾ പറഞ്ഞു. ഡോക്ടർമാര് ഓരോ രോഗിയെ അഡ്മിറ്റ് ചെയ്തിട്ട് അവരെ പോയി കണ്ട് അവരിൽ കണ്ടെത്തുന്ന കാര്യങ്ങൾ ഇങ്ങനെ നോട്ടായിട്ട് കുറിച്ച് വെക്കും അല്ലെ.
അപ്പൊ പ്രോഗ്രസ് എത്രത്തോളം ഉണ്ട്, നേരത്തെ വന്ന പോലെ വേണോ, അതൊക്കെയാണ് പ്രോഗ്രസ് നോട്ട്. ഇവിടെയും ഓരോ ഫോളോ അപ്പിനും ഓരോ പ്രോബ്ലംസ് കണ്ടെത്തി കഴിഞ്ഞാൽ ആ പ്രോബ്ലംസിനെ ഇടയ്ക്കിടയ്ക്ക് ഫോളോ അപ്പ് ചെയ്യണം. എന്ന് വെച്ചാൽ ഒരു പേഷ്യന്റിൽ എന്തൊക്കെ കാര്യങ്ങളാണോ അവരുടെ പ്രോബ്ലംസ് ആയിട്ടുള്ളത് അത് ഇടയ്ക്കിടയ്ക്ക് പോയി അന്വേഷിച്ച് അതിന്റെ ബാക്കി കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. അതാണ് ഫോളോ അപ്പ് നടത്തുക. ആൻഡ് ഓൾസോ ഈച്ച് നോട്ട് അതിന്റെ ഫോളോ അപ്പ് നടത്തി കഴിഞ്ഞാൽ അവരൊരു നോട്ടുകളായിട്ട് എഴുതി വെക്കും. അത് നമ്പർ ഇട്ട് ടൈറ്റിൽ ഇട്ട് അതിന്റെ ആപ്റ്റ് ആയിട്ടുള്ള പ്രോബ്ലത്തിന് ടൈറ്റിലും ഹെഡിങ്ങും ഒക്കെ കൊടുത്ത് ആണ് എന്ത് ചെയ്യുന്നത്, പ്രോഗ്രസ് നോട്ട്സ് തയ്യാറാക്കുന്നത്. ആൻഡ് ആ തയ്യാറാക്കുന്ന നോട്ട്സിനകത്ത് കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു കാര്യമാണ് സോപ്പ്. SOAP എന്ന ക്യാപിറ്റൽ ലെറ്റേഴ്സിൽ എഴുതിയിരിക്കുന്നുണ്ട്. നമ്മൾ വിളിക്കുന്ന സോപ്പല്ല, അത് വേറൊരു സോപ്പാണെന്ന് അടിയിൽ പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ അവിടെ നമ്മൾ അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ട്, അവിടെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ ആപ്റ്റ് പ്രോബ്ലം അതെന്താണെന്ന് കണ്ടെത്തി അതിന്റെ ടൈറ്റിൽ ചെയ്യുക, അതിന് ഓരോ പ്രൊസീഡിങ്സിനും അതിന്റെ നമ്പർ ഇടുക, അതിന് നോട്ടുകൾ തയ്യാറാക്കുക. ആൻഡ് ഓൾസോ ആ തയ്യാറാക്കുമ്പോൾ അത് സോപ്പ് എന്നത് കണ്ടെയ്ൻ ചെയ്തിട്ടുണ്ട്, അതിൽ അധിഷ്ഠിതമായിട്ടാണ് ഈ നോട്ടുകൾ തയ്യാറാക്കുന്നതെന്നാണ് പറഞ്ഞത്. ഈ നോട്ടുകൾ തയ്യാറാക്കുമ്പോൾ സോപ്പ് എന്നതിന്റെ ബേസിസിലായിരിക്കും അത് ഫോളോ അപ്പുകളും അതുപോലെ നോട്ട്സും പ്രിപ്പയർ ചെയ്യേണ്ടത്. അതാണ് പ്രോഗ്രസ് നോട്ട്സ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞു സോപ്പ് എന്ന്. അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്താണ് സോപ്പ്? SOAP സോപ്പ് എന്ന് പറയുന്നത് ഓരോ എക്സ്പാൻഡഡ് വേർഡുകളാണ്. ആ വേർഡുകളെ ചുരുക്കിയിട്ട് അവിടെ SOAP എന്ന് പറഞ്ഞ് തന്നിരിക്കുന്നതാണ്. എന്താണ്? S ഫോർ സബ്ജക്റ്റീവ്, O ഒബ്ജക്റ്റീവ് ആണ്, A അസസ്മെന്റ് ആൻഡ് P പ്ലാൻ ആണ്. ആ പിയുടെ അവിടെ എന്താ പറയാ കുത്തിട്ടില്ല, അത് ഡാർക്ക് ചെയ്ത് കുത്തിടുക. P പ്ലാൻ ആണ് കേട്ടോ. P ഫോർ പ്ലാൻ. SOAPയുടെ അവിടെ കുത്തില്ല, അസസ്മെന്റ് ഇനി കുത്തില്ല. പ്ലാൻ അവിടെ എഴുതിയിട്ടുണ്ട്, പക്ഷെ അത് ബുള്ളറ്റ് ഇട്ട് എഴുതിയിട്ടില്ല. അപ്പൊ നിങ്ങൾ വിചാരിക്കും P അവിടെ പോയിന്ന്. അതിന്റെ ഇമ്പോർട്ടൻസ് ഇല്ലാത്ത രീതിയിൽ അവരവിടെ പ്ലാൻ എന്ന് അടിച്ചു വെച്ചിരിക്കുകയാണ്. അപ്പൊ സോപ്പിന്റെ ഫുൾ ഫോം നമ്മളോട് ചോദിക്കാറുണ്ട്. അല്ലെങ്കിൽ സോപ്പിനകത്ത് A എന്തിനെ സൂചിപ്പിക്കുന്നു, റെപ്രസെന്റ് ചെയ്യുന്നു, P എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നു, S എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നു, അങ്ങനെയൊക്കെ ചോദിച്ചു കണ്ടിട്ടുണ്ട്. സോപ്പിന്റെ എന്ത് ചെയ്യണം, ഫുൾ ഫോം നമ്മൾ അറിഞ്ഞിരിക്കണം. എന്താണ് സോപ്പ്? ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് പ്രിസീഡിങ് നോട്ട്സ് ബൈ എനി ഓർ ഓൾ ഓഫ് ദ ഫോളോയിങ് എലമെന്റ്. ഈ പറയുന്ന താഴെ പറയുന്ന എലമെന്റുകൾ, സബ്ജക്റ്റീവ്, അതുപോലെ ഒബ്ജക്റ്റീവ്, അസസ്മെന്റ്, പ്ലാൻ, ഇതിൽ എല്ലാം അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ എലമെന്റുകൾ നോട്ടുകളിൽ നമ്മൾ ഇങ്ങനെ രേഖപ്പെടുത്തി വെക്കുക. അതായത് ഒരു പേഷ്യന്റിനെ നോക്കുമ്പോൾ സബ്ജക്റ്റീവ് ആയിട്ടുള്ള എന്ന് വെച്ചാൽ സിംറ്റോമാറ്റിക് ആണ്, ആളുടെ രോഗത്തിന്റെ സിംറ്റംസ്, അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ. രോഗി മുമ്പിൽ വന്നിരുന്ന കാര്യങ്ങൾ പറഞ്ഞപ്പോ അത് ഇന്നതിന്റെ സിംറ്റം ആണ് എന്ന് മനസ്സിലാകൂല, അത് അപ്പൊ അതങ്ങനെ നോട്ടായിട്ട് എഴുതി വെക്കുന്നു. മെഷറബിൾ, ഒബ്സർവബിൾ എന്ന് വെച്ചാൽ രോഗിയുടെ രോഗത്തെ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്നുണ്ട്, ഇന്നതാണെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്, ആളെ ഒബ്സർവ് ചെയ്യാൻ പറ്റുന്ന രോഗമാണ് എന്നൊക്കെ ഉണ്ടെങ്കിൽ അതാണ് ഓയിൽ വരുന്നത്. ഇനി അസസ്മെന്റ് എന്താണ്? ആളുടെ പ്രസന്റ് കണ്ടീഷൻ എന്താണെന്ന് നോക്കി, അല്ലെങ്കിൽ ആളുടെ രോഗം എന്താണെന്ന് മനസ്സിലാക്കി അതിനെ കുറിച്ചുള്ള ഇന്റർപ്രിട്ടേഷൻസ്, രോഗം ചെയ്യുന്നതാണെന്ന് മനസ്സിലാക്കി അതിന്റെ ആ ഒരു ഇന്റർപ്രിട്ടേഷൻ, അസസ്മെന്റ്, വിലയിരുത്തൽ, അതാണ് അസസ്മെന്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്തത് പ്ലാൻ ആണ്. ഇനി എന്ത് നമ്മൾ ചെയ്യണം, അതാണ് പ്ലാൻ. അതായത് ഇത്രയും കാര്യമൊക്കെ മനസ്സിലാക്കിയല്ല, അപ്പൊ ഇനി പ്ലാനിങ് ആണ്. എന്ത് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഇനീഷ്യൽ പ്ലാൻ, രോഗിക്ക് എന്ത് രോഗങ്ങളുടെ മരുന്നുകളും മറ്റു കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന എന്നുള്ളതിനെ കുറിച്ച് പ്ലാൻ തയ്യാറാക്കുക. അതാണ് സോപ്പ് എന്ന് പറയുന്നത്. അപ്പൊ ഈ പറയുന്ന എല്ലാം അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ എലമെന്റുകൾ ഉൾപ്പെടുന്ന ഒരു പ്രോസസ്സ്, ആ ഒരു പ്രോസസ്സിലൂടെ നോട്ടുകൾ നമ്മളിങ്ങനെ തയ്യാറാക്കുമ്പോൾ അതിനെയാണ് നമ്മൾ സോപ്പ് എന്ന് വിളിക്കുക. ആ രീതിയിൽ തയ്യാറാക്കണം നോട്ട് എഴുതുമ്പോ. പ്രോഗ്രസ് നോട്ട് എഴുതുമ്പോ സബ്ജക്റ്റ് എന്ത് സിംറ്റം രോഗിയില് അത് ആദ്യം എഴുതണം. അല്ലാണ്ട് അസസ്മെന്റ് ഉണ്ടെങ്കിൽ ആദ്യം എഴുതി വെക്കല്ല. ഞാൻ രോഗിയിൽ ഇന്നത കണ്ടു, അപ്പൊ ഞാൻ എന്റെ വിലയിരുത്തൽ ഇത് ഇന്നതാണ് എന്ന് പറഞ്ഞ അസസ്മെന്റ് ആണോ ആദ്യം ഇതിന്റെ അല്ലാന്ന്. അപ്പൊ അത് നമ്മൾ എഴുതേണ്ടത് എന്ത് സിംറ്റമാറ്റിക് ആയിട്ടുള്ള കാര്യമാണ് സബ്ജക്റ്റീവിലാണ് വന്നിരിക്കുന്നത്. അപ്പൊ ആളുടെ രോഗത്തെ കുറിച്ച് നമുക്ക് കണ്ടെത്തിയ സിംറ്റംസിൽ നിന്ന് മനസ്സിലാക്കിയത് ദൈന രോഗമാകാം എന്നുള്ളത് അല്ലെ. അത് കഴിഞ്ഞിട്ട് ഒബ്ജക്റ്റീവ്, മെഷറബിൾ, എന്നെ കൊണ്ട് എന്താ പറയാ ഞാൻ ഇത്രത്തോളം കാര്യങ്ങളാണ് മനസ്സിലാക്കിയത്, രോഗത്തിന്റെ മെഷർമെന്റ് നടത്തി, അത് പിന്നെ അതിനെ അസസ്മെന്റ് ചെയ്യുക, എന്താണ് ഇപ്പോഴത്തെ കണ്ടീഷൻ എന്താണ്, അതിന് വേണ്ടിയിട്ടുള്ള ഇന്റർപ്രിട്ടേഷൻസ് അതും രേഖപ്പെടുത്തുക, പിന്നെ പ്ലാൻ ചെയ്യുക. ആ രീതിയിൽ എല്ലാ കാര്യങ്ങളും ആ ഒരു ഓർഡറിൽ അറേഞ്ച് ചെയ്ത് നോട്ട് തയ്യാറാക്കുന്നതിനെയാണ് സോപ്പ് എന്ന് വിളിക്കുക. ഇപ്പൊ ക്ലിയർ ആയോ? മനസ്സിലായോ? അപ്പൊ ഇങ്ങനെ ഈ ഈ നോട്ട്സ് എഴുതുന്നത്, പ്രോഗ്രസ് നോട്ട്സ് എഴുതുന്ന, അതായത് നമ്മുടെ പ്രോബ്ലം ഓറിയന്റഡ് മെഡിക്കൽ റെക്കോർഡ്സിൽ പ്രോഗ്രസ് നോട്ട് എഴുതുന്ന ഫോർമാറ്റ്, അതിനെയാണ് ആ സോപ്പിംഗ് എന്ന് വിളിക്കുക.
സോപ്പ് എന്ന് പറയുന്നത് അതിന്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു അതൊരു പ്രോസസ്സാണ്. ആ ഒരു റൈറ്റിംഗ് പ്രോസസ്, എന്ത് പ്രോഗ്രസ് നോട്ട് എഴുതുന്ന ഒരു പ്രോസസ്, ആ രീതി, അതിനെയാണ് നമ്മൾ സോപ്പ്, സോപ്പിംഗ് എന്ന് വിളിക്കുക. സോപ്പിന്റെ ഫുൾ ഫോംസും അറിഞ്ഞിരിക്കണം. ഓക്കെ, ആ ലാസ്റ്റത്തെ ലൈൻ ഒന്ന് അണ്ടർലൈൻ ചെയ്യുക കേട്ടോ. The writing of progress notes in the POMR format is often referred to as sopping എന്നുള്ളത് ഒന്ന് അണ്ടർലൈൻ ചെയ്യാം. ക്ലിയർ ആയോ? കുറച്ച് കൂടിയുള്ളൂ, അതുകൂടി കഴിഞ്ഞാൽ നമ്മുടെ ആ ചാപ്റ്റർ തീരും. എടുത്തേക്കാം അല്ലെ, വായിക്കാനുള്ളതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് പഠിക്കാനായിട്ടുള്ള ഭാഗങ്ങളൊന്നും അധികം ഇല്ല, അതുകൊണ്ട് നമുക്ക് എടുത്തേക്കാം അല്ല. ഇന്റഗ്രേറ്റഡ് മെഡിക്കൽ റെക്കോർഡ്സ് ആണ്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ഇന്റഗ്രേറ്റഡ് മെഡിക്കൽ റെക്കോർഡ്സിന്റെ പ്രത്യേകത എന്താന്ന് പറഞ്ഞാൽ ഇവിടെ ഫോമുകളൊക്കെ അറേഞ്ച് ചെയ്ത് കമ്പൈൻ ചെയ്ത് എങ്ങനെയാണ് ക്രോണോളജിക്കൽ ഓർഡറിലാണ് വെക്കേണ്ടതെന്ന് പറഞ്ഞു. അപ്പൊ നമ്മളുടെ നഴ്സിംഗ് സ്റ്റേഷനിലെ നഴ്സസ് അവര് തയ്യാറാക്കുന്ന നോട്ട്സിനകത്ത് അവര് ഈ പറയുന്ന ബിഗിനിങ് റെക്കോർഡിന്റെ ബിഗിനിങ്ങിലും അതുപോലെ ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് വരെയുള്ള കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആയിട്ട് മെഡിക്കൽ റെക്കോർഡ്സിൽ ഉൾപ്പെടുത്തണം. അതൊക്കെ കൃത്യമായിട്ട് അവര് തുടക്കം തുടങ്ങി അവസാനം വരെ അങ്ങനെയാണ്. ഓൺ ദ നഴ്സിംഗ് സ്റ്റേഷൻ ദ മോസ്റ്റ് കറന്റ് എൻട്രീസ് വിൽ ബി അറ്റ് ദ ബിഗിനിങ്. ഏറ്റവും എന്താ പറയാ ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറന്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് റെക്കോർഡ്സ് ഒക്കെ ബിഗിനിങ്ങിലും ആൻഡ് ഡിസ്ചാർജ് വരെ ആകുമ്പോഴാണ് പിന്നെ അതെന്ത് ചെയ്യുന്നത്, ഓർഗനൈസ് ചെയ്യുക, റീഓർഗനൈസ് ചെയ്യുന്നത്, വീണ്ടുള്ള അറേഞ്ച്മെന്റുകളൊക്കെ നടത്താം. അങ്ങനെ അഡ്മിഷൻ തുടങ്ങി ഡിസ്ചാർജ് വരെയുള്ള റെക്കോർഡ്സ് അവിടെ കംപ്ലീറ്റ് ആക്കേണ്ടത് നഴ്സിംഗ് സ്റ്റേഷൻസിലാണ്. അതാണ് ഇന്റഗ്രേറ്റഡ് മെഡിക്കൽ റെക്കോർഡ്സ് എന്ന് പറയുന്നത്. അങ്ങനെ വരുമ്പോ ഈ ഹോസ്പിറ്റൽസിലെ പേഷ്യന്റിനെ സംബന്ധിക്കുന്ന ഒരു ഹിസ്റ്ററി, ഹോസ്പിറ്റൽസിൽ ആ വരുന്ന പേഷ്യൻസിന് മെഡിക്കൽ ഹിസ്റ്ററി മുഴുവൻ അവിടെ ഉണ്ടായിരിക്കും. അതിനോട് ഫിസിക്കൽ എക്സാമിനേഷൻ, അവരുടെ പ്രോഗ്രസ് നോട്ടുകള്, നഴ്സസ് നോട്ട്, എക്സ്റേ നോട്ട്, ഇതൊക്കെ ഇതിനകത്ത് ഒറ്റ റെക്കോർഡായിട്ട് അവിടെ വരുന്നു. ഇതെല്ലാം കൂടി ഒരുമിച്ച് ചേർത്ത് വെക്കുമ്പോൾ അതെന്തായ ഇന്റഗ്രേറ്റഡ് മെഡിക്കൽ റെക്കോർഡ്സ് ആയിട്ട് മാറുന്നു. എന്താണ് ഇന്റഗ്രേറ്റഡ് മെഡിക്കൽ റെക്കോർഡിന്റെ എന്താ പറയാ അഡ്വാൻറ്റേജ് എന്താണ്? അതായത് ഒരു കംപ്ലീറ്റ് എപ്പിസോഡ് ഓഫ് അവർ ഇല്ലസിൽ ഒരുമിച്ച് നമുക്കൊരു അസുഖമൊക്കെ വന്നു, നമ്മൾ തുടക്കം തുടങ്ങി ചിലപ്പോൾ അഡ്മിറ്റഡ് ഒക്കെ കുറച്ച് ദിവസത്തോളൊക്കെ അവിടെ ഉണ്ടായി. പക്ഷെ അവിടെ നിന്ന് എവിടെ തുടങ്ങിയാണോ നമ്മൾ വന്നത് അവിടെ അതിന്റെ അവസാനം വരെയുള്ള ഒരു ഫുൾ എപ്പിസോഡിൽ നമുക്ക് കിട്ടിയ ട്രീറ്റ്മെന്റുകൾ അടക്കം എല്ലാം തന്നെ ഒറ്റയടിക്ക് നമുക്ക് ക്ലിയർ ചെയ്ത് കിട്ടും. കാരണം എന്താ, ഇതെല്ലാം ഇവിടെ ഇന്റഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. മനസ്സിലായോ? അതുകൊണ്ട് എല്ലാം ഒറ്റയടിക്ക് കിട്ടും. ഇതിനു വേണ്ടി നമ്മൾ ഓടിച്ചാടി പല പല സ്ഥലത്തു നിന്നും എടുക്കേണ്ട ആവശ്യമില്ല. അപ്പൊ ഡിസ്ചാർജ് വരെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കൃത്യമായിട്ട് കിട്ടുന്ന ഒരു ക്ലിയർ പിക്ചർ ഒരു പേഷ്യൻസിനെ കുറിച്ചിട്ട് നമുക്ക് കിട്ടുന്നത് ഇന്റഗ്രേറ്റഡ് മെഡിക്കൽ റെക്കോർഡ്സിൽ നിന്നാണ്. ഇനി ഇതിന്റെ ഡിസഡ്വാൻറ്റേജസ് എന്താണ്? ഇറ്റ്സ് ഡിഫിക്കൽട്ട് ടു കമ്പയർ ബിക്കോസ് all reports of one type are not together in the record. അതായത് എല്ലാം കൂടി ഒരു റെക്കോർഡിലല്ല. ശരിയാണല്ലോ? അങ്ങനെ ഒരു റെക്കോർഡിലായിട്ട് കിട്ടും. ഫാസ്റ്റിംഗ്, ബ്ലഡ് ഷുഗർ പല ലെവലിലൊക്കെ എടുത്തതൊക്കെ ഉണ്ടായിരിക്കും. അപ്പൊ ഒരു ഇൻഡിവിജ്വലിന് ഒരു റെക്കോർഡാണ്, എല്ലാവരുടെയും കൂടി ഒരുമിച്ച് കിട്ടില്ല. അത് അറ്റ് എ ടൈം കിട്ടുന്നത് ബുദ്ധിമുട്ട് തന്നെയാണ്. ഒരുമിച്ച് ഒരു പേഷ്യന്റിന്റെ ഒരു കാര്യങ്ങൾ കിട്ടും, പക്ഷെ എല്ലാവരെയും കൂടി ഒരുമിച്ച് കിട്ടില്ല എന്നുള്ളത് ഒരു ഡിസഡ്വാൻറ്റേജസ് ആയിട്ട് പറഞ്ഞിരിക്കുന്നു എന്ന് മാത്രം. ഇന്റഗ്രേറ്റ് ചെയ്ത റെക്കോർഡ്സ് എല്ലാം വെച്ചിട്ടുണ്ട് പേഷ്യൻസിന്റെ, പക്ഷെ അത് പേഷ്യന്റ് വൈസ് മാത്രമാണ്. പക്ഷെ ഫാസ്റ്റിംഗ്, ബ്ലഡ് ഷുഗർ, അതൊരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്. ഷുഗർ ലെവൽസ് ഓൺലി വൺ ഇൻഡിവിജ്വൽ ക്യാൻ റെക്കോർഡ് വൺ ടൈം. ഒറ്റ പ്രാവശ്യം ഒരാളുടെ മാത്രമേ അവിടെ റെക്കോർഡിൽ വെക്കാൻ പറ്റുള്ളൂ. പിന്നെ അടുത്ത ആളുടെ അടുത്ത റെക്കോർഡ്സിലാണ്. അപ്പൊ അങ്ങനെ വ്യത്യസ്തമായിട്ട് കിടക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാ കാര്യങ്ങളും ഇന്റഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് അതിനെ ആക്സസ് ചെയ്യാൻ പറ്റുന്നതാണ് ഇന്റഗ്രേറ്റഡ് മെഡിക്കൽ റെക്കോർഡ്സിൽ. ഓക്കെ, അങ്ങനെ 3 ടൈപ്പ് ഓഫ് ഫോർമാറ്റിൽ നമുക്ക് മെഡിക്കൽ റെക്കോർഡുകൾ കീപ്പ് ചെയ്യാം. SOMR ഫോർമാറ്റില്, POMR ഫോർമാറ്റില്, ഇന്റഗ്രേറ്റഡ് മെഡിക്കൽ റെക്കോർഡ് ഫോർമാറ്റില്. SOMR-ഉം POMR-ഉം ഫുൾ ഫോം ഉണ്ട്, പഠിക്കാനുണ്ട്. ഓക്കെ, പിന്നെ എന്താ പറഞ്ഞത്, SOAP-യുടെ ഫുൾ ഫോം പഠിക്കണം. SOAP സോപ്പിംഗ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു, അതും പഠിക്കണം. അണ്ടർലൈൻ ചെയ്ത് പറഞ്ഞതാണ് കേട്ടോ, ഒന്നുകൂടി പറയണേ. പിന്നെ POMR ഇൻട്രൊഡ്യൂസ് ചെയ്തത് ആരാണെന്ന് പറഞ്ഞു, ലോറൻസ് എൽ റീഡ് ആണ്, അത് പഠിക്കണം. പിന്നെ നമ്മള് ഈ നമ്പർ ഫയലിംഗില്ലേ, ഫയലിംഗ് നമ്പർ ഫയൽ ചെയ്യുന്നത്, സീരിയൽ നമ്പറിങ്, യൂണിറ്റ് നമ്പറിങ്, അതിന്റെയൊക്കെ ഒന്നാമത്തെ സെന്റൻസിൽ കാര്യങ്ങളുണ്ട് കേട്ടോ. അന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ, സീരിയൽ നമ്പറിംഗിൽ ഒന്നാമത്തെ സെന്റൻസ് മാർക്ക് ചെയ്യാൻ പറഞ്ഞു എന്നാണ് എന്റെ ഒരു ഓർമ്മ. ആണോ? പറഞ്ഞിരുന്നോ? ഫസ്റ്റ് സെന്റൻസ് മാർക്ക് ചെയ്യാൻ പറഞ്ഞോ? ഓർക്കുന്നുണ്ട്. നിങ്ങളോടല്ലേ വേറെ ആൾക്കാരോടാണോ എന്ന് എനിക്കറിയില്ല. യൂണിറ്റ് നമ്പറിംഗിലെയും ഇല്ലേ പറഞ്ഞില്ല, ഒന്ന് പറഞ്ഞു, ഇപ്പൊ പറഞ്ഞു.
അപ്പുറത്തെ ക്ലാസ്സിൽ എനിക്ക് ഇവരുടെ ഉച്ചയ്ക്കുള്ള ക്ലാസ്സിലാണോ എന്ന് എനിക്ക് ഓർമ്മയില്ല. ഒന്നാമത്തെ സെന്റൻസ് അതേ പറഞ്ഞെന്ന് പറഞ്ഞു ഒന്ന് ആര്യ പറയുന്നത്. മാർക്ക് ചെയ്യാത്തവരൊന്ന് വേഗം മാർക്ക് ചെയ്തോ. ഫസ്റ്റ് സീരിയൽ നമ്പറിങ്ങിലോ ഒന്നാമത്തെ സെന്റൻസ്, യൂണിറ്റ് നമ്പറിങ്ങിലോ ഒന്നാമത്തെ സെന്റൻസ്, പിന്നെ സ്ട്രേറ്റ് ന്യൂമറിക്കില് ഒന്നാമത്തെ സെന്റൻസ്, ടെർമിനൽ ഡിജിറ്റിംഗ് നമ്മൾ ഇന്ന് എടുത്തതാണ്. അതിനകത്തെ ഒന്നാമത്തെ സെന്റൻസ് അല്ല കേട്ടോ, രണ്ടാമത്തെ സെന്റൻസ് ആണ്. യൂഷ്വലി 6 ഡിജിറ്റ് നമ്പർ, അതാണ് രണ്ടാമത്തെ. മിഡിൽ ഡിജിറ്റിനകത്ത് രണ്ടാമത്തെ പോയിന്റ് തന്നെ. അപ്പൊ അതിനകത്ത് രണ്ടിലേ മിഡിലിന്റെയും ടെർമിനലിന്റെയും എഴുതുന്ന ഫോർമാറ്റ് പ്രൈമറി സെക്കൻഡറി തേഴ്സറി എവിടെ വരും എന്നുള്ളത് പഠിച്ചേക്കണോട്ടാ. അവസാനത്തെ രണ്ടെണ്ണത്തില് ടെർമിനൽ ഡിജിറ്റ് ഫയലിംഗിലെയും മിഡിൽ ഡിജിറ്റ് ഫയലിംഗിലെയും നമ്പർ കൊടുത്തിരിക്കുന്നത് പ്രൈമറി സെക്കൻഡറി തേഴ്സറി ഒക്കെ എവിടെ വരുന്നു എന്ന് മനസ്സിലാക്കി വെച്ചേക്കണം കേട്ടാ. ടെർമിനലിൽ എവിടെ വരും എന്നാ പറഞ്ഞ, ടെർമിനൽ ഡിജിറ്റിൽ എവിടെ വരും, എങ്ങനെ പിന്നെ ആ ഒരു ഫോർമാറ്റിങ്ങിന് ഓർത്താൽ മതി. TPS അതാണ് പ്രൈമറി സെക്കൻഡറി തേഴ്സറി. അതില് നമ്മുടെ ആദ്യം പറഞ്ഞത് ടെർമിനലിന്റെ എവിടെ വരണ്ടേ, TSP എന്നാണ്. എന്ന് പറയുമ്പോ ടി എവിടെയാ, ഈ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലുള്ളത് ടി, നടക്കുന്നത് സെക്കൻഡറി, ഇത് പ്രൈമറി കേട്ടാ. ടെർമിനലിൽ അങ്ങനെയാണ് TSP ആണ്. ഓക്കെ, അങ്ങനെയാണ്. മിഡിൽ ഡിജിറ്റിൽ അങ്ങനെയാണ്, അത് മാറി 6 ഡിജിറ്റ് തന്നെയാണ് ഹൈഫണൊക്കെ ഇട്ടണത്, പക്ഷെ അതിന്റെ മാറി എങ്ങനെയാണ്, സെക്കൻഡറി പ്രൈമറി തേഴ്സറി SPT. അതെ കറക്റ്റ്, സെക്കൻഡറി പ്രൈമറി തേഴ്സറി എന്നെ തെറ്റിക്കുന്നത് SPT. ഓക്കെ, SPT, മറ്റേത് TSP. SPT TSP ആ രീതിയിലാണ്. അങ്ങനെ അക്ഷരം എഴുതി വെച്ചോ നിങ്ങൾ, അക്ഷരം എഴുതി വെക്കുക. അതിന്റെ മുകളിൽ ആ നമ്പറിന്റെ ഏതെങ്കിലും ഒരു സ്ട്രക്ചറിന്റെ മുകളിൽ അങ്ങനെ എഴുതി വെച്ചോ. മൂന്നാല് എക്സാമ്പിൾ കൊടുത്തല്ലോ, അതിന്റെ മുകളിൽ എഴുതി വെക്കാം. TSP അത് ടെർമിനലില് 15ന്റെ അവിടെ T എഴുതാ, 34ന്റെ അവിടെ S എഴുതാ, 56ന്റെ അവിടെ P എഴുതാ. ആ ലാസ്റ്റത്തെ സംഖ്യയിലാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഈ ഇവിടെ ഇത് എഴുതിയില്ലേ 15, 34, 56 ഇതില്ലേ, അതില് 15ന്റെ മുകളിൽ T എഴുതാ, നടുക്ക് 34ന്റെ അവിടെ S എഴുതാ, 56ന്റെ അവിടെ P എഴുതാ. ക്ലിയർ ആയോ? അത് ഫോർമാറ്റ് ആയിട്ട് ചിലപ്പോൾ ചോദിക്കും, ഇതിനകത്ത് TPS ഏതാണ് എന്നൊക്കെ ചോദിക്കാം. അടുത്തത് 47, 68, 01. 47, 68, 01ന്റെ മുകളിലും നിങ്ങൾ അങ്ങനെ എഴുത്, SPT എഴുത്. S 47ന്റെ മുകളിൽ S, 68ന്റെ മുകളിൽ P, 01ന്റെ അവിടെ T, SPT. ക്ലിയർ ആയിട്ടുണ്ടാകും. മനസ്സിലായില്ലേ ഇപ്പൊ? എനി ഡൗട്ട്? സംശയം ഉണ്ടോ? സംശയമില്ലല്ലോ. അപ്പൊ മെഡിക്കൽ റെക്കോർഡ്സ് എന്ന് പറഞ്ഞ ചാപ്റ്റർ നമ്മൾ തീർത്തു. അടയാളപ്പെടുത്താനൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്, വലിയ അധികമായിട്ടൊന്നും ഇല്ല. ഓക്കെ, അപ്പൊ അതൊക്കെ അടയാളപ്പെടുത്തി തന്നത് നല്ല വ്യക്തമായിട്ട് വൃത്തിയായിട്ടൊക്കെ പഠിക്കാം. മെഡിക്കൽ റെക്കോർഡ്സ് ഒന്നും വലിയ പാടൊന്നും ഇല്ല. ഇതിന് തന്നെ അധികം ഒന്നും അടയാളപ്പെടുത്തുന്നില്ല. ഇങ്ങനെ എളുപ്പം ഓർത്തിരിക്കാൻ പറ്റുന്ന രീതിയിലുള്ളത് മാത്രമേ ചോദിച്ചു കണ്ടിട്ടുള്ളൂ. അതുകൊണ്ടാണ് അത് മാർക്ക് ചെയ്യാൻ പറഞ്ഞത്. ഓക്കെ, മുമ്പുള്ളല്ലേ ടെർമിനൽ ഡിജിറ്റ് ഫയലിംഗ്, ടെർമിനൽ ഡിജിറ്റ് ഫയലിംഗ് അത് അടയാളപ്പെടുത്താൻ പറഞ്ഞു. കിട്ടിയില്ലേ? ഇല്ല, ഞാന് ആ സംഖ്യയിലാണ് അത് പറഞ്ഞത്. ആ സംഖ്യയിൽ തന്നെ അടയാളപ്പെടുത്തു. ഇതെവിടെ 15, 34, 56, 15 എന്ത് വരും? ഞാൻ പറഞ്ഞത് ആദ്യം ടെർമിനലിൽ ഏതാ പറഞ്ഞ ഫോർമാറ്റ്, എങ്ങനെ പറഞ്ഞ? TSP. ഓക്കെ, അപ്പൊ 15 T, S 34, P 56ന്റെ അവിടെ. മനസ്സിലായ? ഇനി രണ്ടാമത്തെ മിഡിൽ ഡിജിറ്റിനകത്തില്ലേ SPT ആ രീതിയിലാണ്. ഇങ്ങനെയാണ് തന്നെ നമ്മള് കേട്ടാ. 47 S, P നടുക്കുള്ളത് P, T അറ്റത്തുള്ളത്, റൈറ്റ് ഹാൻഡ് സൈഡിലുള്ളത് T. ക്ലിയർ? അപ്പൊ നന്നായിട്ട് വായിച്ചൊക്കെ നോക്കി ഇതൊന്ന് അടയാളപ്പെടുത്തി ഇതൊക്കെ പഠിക്കുകയും ചെയ്യാം കേട്ടാ. ഇനി നമ്മൾ അടുത്തത് നമുക്ക് എടുക്കാനുള്ള ചാപ്റ്റർ മെഡിക്കൽ ഇൻഷുറൻസ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്.
അപ്പൊ എല്ലാവരും അതിന്റെ PDF ഒക്കെ എടുത്തിട്ട് ഇരിക്കാം. ഏതൊക്കെ ചാപ്റ്റർ എടുക്കാം? 5, 3, 4 ഇനി എത്ര ചാപ്റ്റേഴ്സ് ഒക്കെ ഉണ്ടെന്ന് അറിയോ? തേർഡ് ആൻഡ് ഫോർത്ത് മൊഡ്യൂളുകളില് തീരാറായോ? തീർന്നോ? തേർഡിലെല്ലാം തീർന്നോ? 3 നമ്പർ ഇട്ടൊരു മൊഡ്യൂളുകൾ തന്നിട്ടില്ലേ നിങ്ങൾക്ക്? ഫോർത്തിലെ ഒന്നും തന്നെ എടുത്തിട്ടില്ല മിസ്. ഫോർത്തിലെ ഒന്നും എടുത്തിട്ടില്ല. അപ്പൊ ഞാൻ എടുത്തത് ഇല്ലല്ലേ? ഇല്ല, എടുക്കാൻ പറ്റൂല. കാരണം എനിക്ക് ആഴ്ചയിൽ ഒരു ദിവസമല്ലേ ക്ലാസ് ഉള്ളൂ. അപ്പൊ എന്റെ മെഡിക്കൽ ഇൻഷുറൻസ് ഫോർത്തിൽ കിടക്കുന്ന 1ാമത്തെ ചാപ്റ്റർ മെഡിക്കൽ ഇൻഷുറൻസ് ആണ്. അത് എനിക്കുള്ളതാണ്. ഞാൻ അത് എടുക്കാൻ വേണ്ടിയിട്ട് അടുത്ത ദിവസം ക്ലാസ്സിൽ വരുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾ എല്ലാവരും അതിന്റെ നോട്ട്സ് എടുത്തിട്ട് ഇരിക്കുക. ഓക്കെ, അത് സിമ്പിൾ ചാപ്റ്റർ ആണ്. മെഡിക്കൽ ഇൻഷുറൻസ് ആയതുകൊണ്ട് നമുക്കൊക്കെ കുറച്ച് ഫെമിലിയർ ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ്. അപ്പൊ നിങ്ങൾക്ക് എന്താണ് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ചാപ്റ്റർ ആണെന്ന് വിചാരിക്കേണ്ട, സിമ്പിൾ ചാപ്റ്റർ ആണ് കേട്ടോ. അതൊക്കെ മനസ്സിലാക്കാനും പറ്റും. ഓക്കെ, അപ്പൊ സീ യു. ബൈ. Thank you. Thank you, ma'am. Thank you, ma'am. Okay. Thank you.